ഐശ്വര്യ റോയ്ക്ക് ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. അവര് എങ്ങനെയാണ് അവസാനം അവരുടെ കല്യാണം നടന്നത്? ഒരു വാഴയെ കല്യാണം കഴിച്ചു. ആ വാഴ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ അയാളെ കല്യാണം കഴിച്ചു. അതാണ് അത്. ഈ അന്ധവിശ്വാസത്തിന്റെ മൂർധന്യത്തില് ഇതുമല്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 52 വർഷമായി. എന്റെ ഭർത്താവിൽ നിന്നും ഒരു കുഴപ്പമില്ല. ചൊവ്വാദോഷം ഉണ്ട് എന്ന് പറഞ്ഞ ജാതകം ഇവിടെ ഗണിക്കുന്നതും കൃത്യമായിരിക്കണം. എന്തിനാണ് ബ്രൂണോയെ ചുട്ടുകൊന്നതെന്ന് വെച്ചാൽ ഭൂമി ഉരുണ്ടിരിക്കുന്നതെന്നും സൂര്യൻ നിശ്ചലമായിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ടാണ്. യോശുവ പ്രവാചകൻ സൂര്യ നീ അവിടെ നിൽക്കെന്ന് പറഞ്ഞപ്പോ സൂര്യൻ അവിടെ നിന്നു എന്നാണ് പറയുന്നത്. സൂര്യൻ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യോശുവ പ്രവാചകൻ നുണയല്ലേ പറഞ്ഞത്? ചിലപ്പോ ആ സമയത്ത് എന്തെങ്കിലും സയന്റിഫിക്കൽ മാറ്റം വന്നിട്ടുണ്ടാകും. അത് എഴുതിയപ്പോൾ അങ്ങനെ ആയതായിരിക്കും. നമ്മള് വക്കീലാണ്, ഈ യോശുവ പ്രവാചകന്റെ വക്കീലാണ്. തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ലെവലിലേക്ക് ശാസ്ത്രം വളർന്നിട്ടില്ലെന്ന് പറയണം. നഗ്ന നേത്രങ്ങളുകൊണ്ട് നമ്മുടെ ഋഷിമാര് പ്ലാനറ്റ്സിനെ കണ്ടിരുന്നു. മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും പോയി മൂത്രമൊഴിക്കാനും പോവുകയാണ്, അവിടെ പ്രസവിക്കാനും പോവുകയാണ്. നിങ്ങൾ അവിടെ ചന്ദ്രനില് സുനിത വില്യംസ് പ്രസവിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ജാതകം നോക്കാൻ പോകുന്നത്? ചൊവ്വാദോഷമുള്ള ഒരു കുട്ടിയുടെ ജാതകം, ഇത്രാമത്തെ വയസ്സിൽ അവൾ പഠിക്കുന്നു, വിവാഹം, മരണം, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ഈ ചൊവ്വാദോഷം ഉള്ള ആള് കല്യാണം കഴിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് എന്നാ മരിക്കും എന്നുള്ളത് എഴുതി വെക്കുന്നുണ്ടോ? എന്ത് തെളിവ് കാണിക്കണം? തെളിവ് എങ്ങനെ കാണിക്കണം? ഒരു കോടതിയിൽ നിങ്ങൾ വാദിക്കുമ്പോൾ തെളിവ് എങ്ങനെ കാണിക്കണം? കോടതി പോയിട്ട് നിങ്ങൾക്ക് ജാതക പ്രകാരം ഇങ്ങനെയാണ് ഇയാള് കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സമ്മതിക്കും. വക്കീലിന് തലക്കകത്ത് വെളിച്ചമുള്ളതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. നിങ്ങൾ ചിലപ്പോ പറയും സാറിന്റെ ബ്രെയിനിലുണ്ടോ പാറ്റ ചത്തുപോയി, ചത്തപ്പോ അതിൽ നിന്ന് എന്താ പോയെ? ഡാർവിനോട് ചോദിച്ചാൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. അത്ര കണ്ട് പ്രശ്നക്കാരനാണോ ഈ ചൊവ്വാഗ്രഹം? ചൊവ്വ വരുത്തി വയ്ക്കുന്ന വിനകൾ മൂലം നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം ദുരിതത്തിലാവുകയാണോ? മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീൻസ് ഓപ്പൺ ഇന്ററാക്റ്റീവ് സീരീസ്. നേഹ റോസ് ഇൻഫ്ലുവൻസർ, മോഡൽ. ഗോമതി മഹാദേവൻ അഭിനേത്രി. ആൻ മറിയ TV സീരിയൽ ആക്ട്രസ്. ശില്പ നായർ സ്പിരിച്വൽ അനലിസ്റ്റ്, ഹീലർ. സി രാമചന്ദ്രൻ കേരള യുക്തിവാദി സംഘം മുൻ ISR ഓഫീസർ. വെൽക്കം ഓൾ. നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് വൈവിധ്യമേറിയ ഒരുപാട് മതങ്ങളുള്ള ഒരു രാജ്യമാണ്. എന്നാൽ ഹിന്ദു മതത്തിലുള്ള ചെറിയ ന്യൂനപക്ഷം, അതായത് ന്യൂനപക്ഷമുള്ള ഹൈന്ദവ സ്ത്രീകളെ മാത്രം എന്തുകൊണ്ടാണ് ഈ ചൊവ്വാഗ്രഹം ഇത്ര കണ്ട് ആക്രമിക്കുന്നത്? ഹൈന്ദവരെ മാത്രമല്ലല്ലോ എല്ലാവരെയും ആക്രമിക്കില്ല, എല്ലാവരും മനുഷ്യരല്ലേ. പക്ഷേ ഹൈന്ദവർക്ക് മാത്രമാണല്ലോ ഈ ചൊവ്വാഗ്രഹം പ്രശ്നമായിരിക്കുന്നത്. ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർ വിവാഹം കഴിക്കുമ്പോൾ ഈ ചൊവ്വാദോഷമൊന്നും നോക്കില്ലല്ലോ. ചൊവ്വാദോഷം നോക്കാറില്ല, പക്ഷെ ബാധിക്കാറുണ്ടല്ലോ. അതെങ്ങനെയാണ് ബാധിക്കുന്നത്? ചൊവ്വാദോഷം ബാധിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്ത്യനാണ്. നമ്മള് ക്രിസ്ത്യൻ രീതി അനുസരിച്ച് നമ്മള് എന്താ പറയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതകം അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ മാരേജിലേക്ക് പോകുന്നത്. എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതാണ് മെയിൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ക്രിസ്ത്യൻ രീതിയിൽ നമുക്ക് നാളെ നോക്കത്തില്ല, ചൊവ്വാദോഷം ഉണ്ടോ എന്ന് നോക്കുന്നില്ല. ഒരു 2 ഫാമിലികൾ തമ്മിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു അലയൻസ് ആണ് വരുന്നെങ്കിൽ അങ്ങനെ കല്യാണം കഴിക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോ ആൻ മറിയ പറഞ്ഞിരിക്കുന്നത്. ആൻ മറിയ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ക്രിസ്ത്യനാണ്. അപ്പൊ നോക്കിയിട്ട് അങ്ങനെ നോക്കാറുണ്ടോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ജാതകം പോലുള്ള പരിപാടികൾ നോക്കാറില്ല സാധാരണ ക്രിസ്ത്യൻസ്. പക്ഷേ ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വരാറുള്ളൂ. എല്ലാവർക്കും വരുന്ന പരിപാടി അല്ല. കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് തട്ടിപ്പോകുമ്പോൾ മനസ്സിലാവും ആ ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. അല്ല, അമ്മയ്ക്ക് അങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാ. നമ്മൾ എല്ലാത്തിനെയും കുറ്റം പറയരുത്. പോകുന്നത് ഈ ചൊവ്വാദോഷം കൊണ്ടാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നോക്കിയാൽ എന്താ പ്രശ്നം? അല്ല, സംഭവിക്കാനല്ലോ. സാറിന് അതിനെ കുറിച്ച് പറയാൻ? നമുക്കൊരാളോട് ഇന്ന കാര്യങ്ങൾ വിശ്വസിക്കരുതെന്ന് പറയാൻ പറ്റില്ല. അത് അയാളുടെ ഇഷ്ടമാണ്, അയാൾ വിശ്വസിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറൊരു കാര്യം. ശരിയും തെറ്റും തീരുമാനിക്കുന്നത് തെളിവുകളാണ്. പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉള്ള അറിവുകളല്ല 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളത്. അതിന് ജ്ഞാനോദയം എന്ന് പറയും. ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്താഗതിയിൽ തന്നെ വലിയൊരു പരാഡിഗം ഷിഫ്റ്റ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പ് എല്ലാം മത നേതാക്കന്മാരും വലിയ വലിയ പണ്ഡിതന്മാരും പറയും,
അത് നമ്മൾ കേൾക്കും. പക്ഷെ അത് 16 നൂറ്റാണ്ടിന് ശേഷം അല്ല, സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളെപ്പോഴും ആസ്ട്രോളജി ശാസ്ത്രം എന്ന് പറയാറുണ്ട്. പക്ഷെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ സാറ് പറയുന്ന പോലെ തന്നെ തെളിവുകളില്ല. ഇതിപ്പോൾ കാലാകാലങ്ങളായി പണ്ടിപ്പോൾ ശാസ്ത്രത്തിന് കാലാനുഗതമായിട്ടുള്ള ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആസ്ട്രോളജിയെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്ത് ഒന്നും സംഭവിക്കുന്നില്ല. പഴയ കാലത്തുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അമ്മയ്ക്ക് തോന്നുന്നത്? പഴയ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയണതിന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അസ്ട്രോളജി ഒരു ശാസ്ത്രം തന്നെയാണ്. പക്ഷെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിന് തെളിവുകൾ വേണ്ടേ? തെളിവുകൾ ഇപ്പോൾ അസ്ട്രോളജിക്ക് തെളിവില്ല എന്നാണോ പറയണത്? ഈ ചൊവ്വാദോഷം എന്ന് മാത്രം പറയുന്നത് കൊണ്ട് ശരിയാവില്ല. ചൊവ്വ കൊണ്ട് ചൊവ്വയ്ക്ക് നല്ല സ്ഥിതിയിലാണ് ഒരു കുട്ടിയുടെ ജാതകത്തിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭൂമി സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് വിശേഷണങ്ങളുണ്ട് ചൊവ്വ. അതുപോലെ ശനിയുടെ വക്രദൃഷ്ടി ഇല്ലേ, അതുകൊണ്ട് ദോഷം പറയില്ലേ? നിങ്ങളെന്താ ശനിയെ പറയാത്തെ? അല്ല, ഈ ചൊവ്വാദോഷം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പല കേട്ടുകൊണ്ടിരിക്കണമെന്ന് പറയണത് കേട്ടുകൊണ്ടിരിക്കണമെന്ന് പറയണത് കുറേ പേരങ്ങനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ചൊവ്വാദോഷം, ആ കുട്ടിക്ക് ചൊവ്വാദോഷമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചൊവ്വാദോഷമാണ്, കല്യാണം നടക്കില്ല. എൻ്റെ കുടുംബക്കാരെല്ലാവരും തീരുമാനിച്ചു, അമ്പലത്തിൽ വെച്ച് പൂവ് നോക്കിയാൽ മതി. ഒരു പയ്യൻ്റെ ജാതകം വന്നു, ജാതകം നോക്കാൻ പറ്റില്ല. ശരി, അമ്പലത്തിൽ നല്ല പൂവ് കിട്ടി, കല്യാണം നടത്തി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 52 വർഷമായി. എൻ്റെ ഭർത്താവിനൊന്നും ഒരു കുഴപ്പമില്ല. ചൊവ്വാദോഷമുണ്ട് എന്ന് പറഞ്ഞ് ജാതകം ഇവിടെ. അതല്ലല്ലോ, ഗണിക്കുന്നതും കൃത്യമായിരിക്കണം. ഒരു കുട്ടിയുടെ ജനന സമയം ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്ക് ഇത്ര മിനിറ്റിന് ജനിച്ചിരുന്നു എന്ന് ഗണിച്ചു വന്നിട്ട് ആ ജാതകം കൃത്യമാണോ എന്ന് നോക്കിയിട്ട് വേണം ചൊവ്വാദോഷം. അടച്ചെല്ലാവരും കൂടെ ചൊവ്വാദോഷം കൊണ്ട് പെൺകുട്ടികൾക്കൊന്നും കല്യാണം നടക്കണില്ല. കല്യാണം നടന്നാലും ചൊവ്വാദോഷം. എല്ലാവർക്കും ചൊവ്വാദോഷം ഉണ്ടെന്ന് പറയുന്നില്ല. ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത്, ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആയിക്കോട്ടെ, ജനിക്കുന്ന സമയത്ത് അതിനെയാണ് ലഗ്നരാശി എന്ന് പറയുന്നത്. ലഗ്നരാശി എന്ന് പറയും, ജനന ലഗ്നമാണ്. അതിൻ്റെ 7ാം ഭാവത്തിലോ 8ാം ഭാവത്തിലോ ചൊവ്വാഗ്രഹം നിൽക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്നാണ്. പെൺകുട്ടിയാണെങ്കിൽ രണ്ട് സ്ഥാനത്ത്, ആൺകുട്ടിയാണെങ്കിൽ ഒരു സ്ഥാനത്തേ ഉള്ളൂ. അപ്പൊ 12 കുട്ടികൾ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേർക്ക് ചൊവ്വാദോഷം കാണും? അല്ല സാർ, അതിലൊരു തിരുത്ത് പറയട്ടെ. 4ാം ഭാവത്തിലും ലഗ്നത്തിലും ചൊവ്വ നിൽക്കുമ്പോൾ ചൊവ്വയുടേതായിട്ടുള്ള യോഗങ്ങളാണ് പറയുന്നത്. സാധാരണ സംഭാഷണ ശൈലിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇത് അതിനകത്തുള്ളതാണ്. ഇപ്പൊ 7ാം ഭാവത്തിലോ 8ാം ഭാവത്തിലോ ആണെങ്കിൽ ആ കുട്ടിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്നുള്ളതാണ്. ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കല്യാണം കഴിക്കുന്ന ആള് മരിച്ചു പോകുന്നതാണ്. ഇപ്പൊ ഐശ്വര്യ റോയ്ക്ക് ഞാൻ പറഞ്ഞ ഐശ്വര്യ റോയ്ക്ക് ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. അവര് എങ്ങനെയാണ് അവസാനം അവരുടെ കല്യാണം നടന്നത്? ഒരു വാഴയെ കല്യാണം കഴിച്ചു. ആദ്യം വാഴ വെട്ടി കളഞ്ഞിട്ട് പിന്നെ അയാളെ കല്യാണം പാലക്കാട് ഒരു കല്യാണത്തിന് ചൊവ്വാദോഷമുള്ള ഒരു കുട്ടി കല്യാണം കഴിക്കാൻ വേണ്ടി ആ കുട്ടിയെ ആദ്യം പട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് ആ പട്ടിയെ തല്ലിക്കൊന്നു. അതായത് ആദ്യത്തെ ഭർത്താവ് ചത്തു. പിന്നെ അതാണ് അത്. ഈ അന്ധവിശ്വാസത്തിന്റെ മൂർധന്യത്തില് ഇതുമല്ല, ഇതിനപ്പുറവും ചെയ്യും. അല്ല, ഇപ്പം ഐശ്വര്യരായാണെങ്കിലും നയൻതാരയാണെങ്കിലും അത്രത്തോളം ഗ്ലോബൽ എക്സ്പോഷർ കിട്ടിയ പേഴ്സണാലിറ്റീസ് ആണ്. അപ്പൊ ഇത്രത്തോളം ഗ്ലോബൽ എക്സ്പോഷർ കിട്ടിയ പേഴ്സണാലിറ്റീസ് ആയിട്ട് പോലും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അവർ വിധേയരാവുന്നു, അതനുസരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് അതിന്റെ പിന്നിൽ എന്തെങ്കിലും സൈക്കോളജി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? വിശ്വാസം വേണം, പക്ഷെ അത് അന്ധമായിട്ടാവരുത്. അന്ധവിശ്വാസം എന്താണെങ്കിലും അമിതമായി ആദ്യം ആസ്ട്രോളജി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ശരിക്കും നമ്മളുടെ ഒരു മൈൻഡ് മാപ്പാണ് ഒരാളുടെ ആസ്ട്രോളജിക്കലി ബർത്ത് ചാർട്ട്. 9 ഗ്രഹങ്ങളുണ്ട്. നമ്മൾ ഗുളികനെയും സൗത്ത് ആ ഗ്രഹങ്ങൾ തന്നെ
ഒബ്സലീറ്റായി. സാറേ, ഇപ്പോഴും 9 ഗ്രഹങ്ങളില്ല. ആ കുട്ടി സംസാരിക്കാം. അതെ, 9 ഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാ പറഞ്ഞ. 9 ഗ്രഹങ്ങളില്ല ഈ രാജ്യത്തില്. 9 ഗ്രഹങ്ങളില്ല. അല്ലല്ല ശില്പ ഒന്ന് പൂരിപ്പിച്ചോട്ടെ. അതെ, ഈ നവഗ്രഹങ്ങള് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ഓരോ തരത്തിലുള്ള എനർജീസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതല്ലാതെ നമ്മൾ ഈ 9 പ്ലാനറ്റ്സിനെ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പം എർത്തിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ശാസ്ത്രീയമായി തന്നെ സാറിനും അറിയാം, എല്ലാവർക്കും അറിയാം. എന്ന് പറയുന്ന പോലെ ഓരോ പ്ലാനറ്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട്. ആ എനർജി നമ്മൾ ജനിക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, പൊസിഷനിങ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഗണിക്കുന്നത്. അപ്പൊ ഈ പ്രഭാവം നമ്മളിൽ ഓരോ ബിഹേവിയറൽ ട്രെയ്റ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ ബിഹേവിയറൽ ട്രെയ്റ്റ്സിൽ ഒന്ന് മാത്രമാണ് ചൊവ്വയെ കൊണ്ട് പറയുന്നത്. ഇപ്പൊ ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എടുക്കുക. ആ വ്യക്തിയുടെ 4-ാം ഭാവം എന്ന് പറയുന്നത് അവന്റെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ നമുക്ക് EQ എന്ന് പറയാം, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയാം. ആ ഇമോഷണൽ ഇന്റലിജൻസിനെ കൈകാര്യം ചെയ്യുന്നതിൽ അവൻ വളരെ ഇമ്പൾസീവ് ആയിരിക്കും. ചാടിക്കേറി ഒരു തീരുമാനം എടുത്താൽ അത് ശരിയാകാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. അല്ല, ഇപ്പം ശില്പ വിശ്വസിക്കുന്നുണ്ടോ ആസ്ട്രോളജി ഒരു സയൻസ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. അപ്പം നമ്മൾ സയൻസ് ആവുമ്പോൾ അതിനൊരു അത് വെരിഫൈബിൾ ആയിരിക്കണം, ഫാൾസിഫൈബിൾ ആയിരിക്കണം, അല്ലേ സാറേ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? അപ്പോൾ ശില്പ പറയുന്നുണ്ടല്ലോ ബിഹേവിയറിനെ സ്വാധീനിക്കാന്നുള്ളത്. ഇപ്പോൾ ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അത് പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണ് ഈ നക്ഷത്രങ്ങളെല്ലാം. ഈ പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ഈ നക്ഷത്രങ്ങളെല്ലാം നമ്മളുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുമെന്ന് പറയുന്നെങ്കിൽ അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള തെളിവും അത്തരം അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ വേണ്ടേ? അല്ലാതെ നമുക്ക് ഇങ്ങനെ പറയുന്നതിൽ അതിന്റെ പിന്നിലുള്ള ഒരു യുക്തി എന്താണ്? ഇതിന് തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ലെവലിലേക്ക് ശാസ്ത്രം വളർന്നിട്ടില്ലെന്ന് പറയണം. നമ്മുടെ സയൻസ് ആ ലെവലിലേക്ക് വളർന്നിട്ടില്ല എന്ന് വേണം പറയാൻ. നഗ്ന നേത്രങ്ങളുകൊണ്ട് നമ്മുടെ ഋഷിമാര് പ്ലാനറ്റ്സിനെ കണ്ടിരുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ മനുഷ്യരാണ്. അപ്പൊ നമുക്കറിയാം ഐൻസ്റ്റീൻ മാത്രമാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ 10% സംതിങ് ആണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന എത്രയാണ്? 0.9% സംതിങ് ആണ്, ഇഫ് ഐ എം നോട്ട് റോങ്. എനിക്ക് കറക്റ്റ് ഫിഗർ ഓർമ്മയില്ല. അപ്പൊ അത്രയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിസ്കവറീസും ഇൻവെൻഷൻസും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഒരു 10% ബ്രെയിൻ യൂസ് ചെയ്താൽ നമ്മൾ എവിടെ എത്തും? ഇനി ഐൻസ്റ്റീനിലേക്ക് വരാം. ഇതുപോലെയുള്ള പല ശാസ്ത്രജ്ഞന്മാരായിക്കോട്ടെ, അവരുടെ ഇൻറ്റ്യൂഷൻ വെച്ചിട്ടാണ് അവർ ഡിസ്കവറീസ് നടത്തുന്നത്, ഇൻവെൻഷൻസ് നടത്തുന്നത്. അവരോട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ശാസ്ത്രമില്ലല്ലോ. അവർ പുതുതായിട്ട് കണ്ടുപിടിക്കല്ലേ. അവർ വേണ്ടാന്ന് വെച്ച് ബാക്കിലേക്ക് മാറിയിരുന്നാൽ ഇന്ന് നമുക്കുണ്ടോ? അല്ല, ആദ്യം അതൊരു ഹൈപ്പോത്തസിസ് ആയിരിക്കും, അതൊരു തെളിവുകളിലേക്ക് പോകുന്നത്. എക്സാക്ട്ലി. മാം, ഇപ്പോ ശില്പ പറഞ്ഞ പോലെ തന്നെ ശാസ്ത്രം അതനുസരിച്ച് വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഈ ആസ്ട്രോളജി എന്നുള്ളൊരു സംഭവം അതിനെ ശാസ്ത്രമായി, പൂർണ്ണ അർത്ഥത്തിൽ ശാസ്ത്രമായി അംഗീകരിക്കാൻ നമുക്ക് മടി കാണിക്കുന്നത്. മാത്രമല്ല, ഈ ചൊവ്വാദോഷം ഉണ്ടല്ലോ, പലപ്പോഴും ഈ ഇന്റർകാസ്റ്റ് മാരേജ് ഇപ്പം ഹിന്ദു, മുസ്ലിം അവരൊന്നും ഈ ചൊവ്വാദോഷം, ജാതകം അതൊന്നും നോക്കുന്നില്ല. മാത്രമല്ല, അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാരേജ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചൊവ്വാദോഷം എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ വിശ്വാസത്തിൽ മാത്രം, ആ ഒരു ഹിന്ദുമതത്തിൽ മാത്രം ഉള്ള ഒരു പെൺകുട്ടികൾക്ക് മാത്രം ബാധിക്കുന്നത്? കാരണം ഇതങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കേണ്ട ഒരു സംഭവമല്ലേ? ലോകം മുഴുവനും. അതെ, ഗ്ലോബലി അത് എല്ലാവരെയും ബാധിക്കേണ്ട സംഭവമല്ലേ? വളരെ അപൂർവം ചില ജ്യോത്സ്യന്മാര് ചൊവ്വാദോഷം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഒന്നും ഞാൻ പറയില്ല. കൃത്യമായിട്ട് ജാതകം ഗണിച്ച്, ജാതകം വായിച്ച് പഠിച്ച്, പുരുഷന്റെയും സ്ത്രീയുടെയും ജാതകം, ഇപ്പൊ മോള് പറഞ്ഞ പോലെ തന്നെ 7ഉം 8ഉം ഭാവങ്ങൾ ചൊവ്വയുള്ളപ്പോൾ ദോഷമുണ്ടെന്ന് പറയണം. പെൺകുട്ടിയുടെ 7ാം ഭാവത്തിലാണെങ്കിലും 8ാം ഭാവത്തിലാണെങ്കിലും ചൊവ്വയും, പുരുഷ ജാതകത്തിൽ 7ാം ഭാവത്തിലോ 8ാം ഭാവത്തിലോ ചൊവ്വയുണ്ടെന്നുണ്ടെങ്കിൽ ചൊവ്വാദോഷം കുറയും. ആ ജാതകങ്ങൾ തമ്മിൽ ചേർക്കുകയാണെന്ന് മറ്റുള്ള ഗ്രഹങ്ങളും കൂടെ നോക്കണം. 4ാം ഭാവത്തിൽ ചൊവ്വ എന്ന് പറയുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം, ഗ്രഹം 4ാം ഭാവം വെച്ച് നോക്കുമ്പോൾ ഗ്രഹം സ്വന്തം വീടിന് ദോഷമായിട്ട് വരുന്ന ഒന്നും ചൊവ്വ ചെയ്യില്ല. ഭൂമി ഭാരകനാണ്, ധരണീ ഗർഭസംഭൂതം എന്നാണ്, ഭൂമിയെ പ്രസവിച്ചവനാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ ചൊവ്വാദശയില് ഒരുത്തൻ നന്നായിട്ടിരിക്കുകയാണ്, ആ ചൊവ്വ ശരിയായ സ്ഥാനത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും ഒരു സ്ഥലം വാങ്ങിക്കാൻ പറ്റും, ഒരു ഗൃഹം, സ്വന്തമായിട്ടൊരു ഗൃഹം നിർമ്മിക്കാൻ സാധിക്കും,
ഒരുപാട് വിശേഷതകളുണ്ട്. ചൊവ്വയുടെ ദോഷം മാത്രം അവിടെ നിന്നുകൊണ്ട് ചൊവ്വാദോഷം ഉണ്ടായി. അത് കുറച്ചാളുകൾ മാത്രം ലോകരെ പറഞ്ഞും ഫലിപ്പിക്കുക. ശാസ്ത്രം മുന്നേറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് കൃത്യമായിട്ട് പറഞ്ഞ് നമുക്ക് തരണത്. ശാസ്ത്രം അല്ല അത് അത് സാർ ശാസ്ത്രത്തിന് പറയാൻ പറ്റൂലേ? അത് സാർ ഗ്രഹണം എപ്പോഴുണ്ടാണെന്ന് ശാസ്ത്രം പറയാറില്ലേ? ഗ്രഹണത്തിന് കൃത്യമായിട്ട് ഞാൻ അതാണ് പറഞ്ഞത്. അതായത് അവർ പറയാറുണ്ടല്ലോ ഗ്രഹണത്തിന്റെ കാര്യം. 18 വർഷവും 11 മാസവും 8 മണിക്കൂറും കൂടുമ്പം എല്ലാ ഓരോ ഗ്രഹണവും റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ കണക്ക് കൂട്ടിക്കോളൂ. 18 വർഷവും 11 മാസവും 8 മണിക്കൂറും കഴിയുമ്പം ഇന്നൊരു ഗ്രഹണം ഉണ്ടെങ്കിൽ അത് 18 കൊല്ലത്തിൽ ഒരിക്കൽ ഗ്രഹണം ഉണ്ടാവുന്നല്ല അതിന്റെ അർത്ഥം. ഓരോ ഗ്രഹണവും അത് 18 കൊല്ലവും. അതിന് സാരോസ് ചക്രം എന്ന് പറയും. അത് ഏത് വിഡ്ഢിക്കും കണക്ക് കൂട്ടാം. അല്ല സാർ, ഇപ്പോൾ മാം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ചൊവ്വ ദോഷം എന്നുള്ളത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ചില ആളുകളുടെ തെറ്റായ പ്രചാരണം മാത്രമല്ല ചൊവ്വയുടെ ഇമ്പാക്റ്റ് മൂലം പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്നൊരു കാര്യവും മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എത്രത്തോളം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്? മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും പോയി മൂത്രമൊഴിക്കാനും പോവുകയാണ്, അവിടെ പ്രസവിക്കാനും പോവുകയാണ്. നിങ്ങൾ അവിടെ ചന്ദ്രനിൽ ഈ സുനിത വില്യംസ് പ്രസവിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ജാതകം നോക്കാൻ പോണേ? ലഗ്നം നോക്കണം, അവിടെ ഇട്ട് നോക്കും. അപ്പൊ അതിനുള്ള ടെക്നോളജി വരുമായിരിക്കും, പുതിയ ടെക്നോളജികൾ വരുമായിരിക്കും. അപ്പം സയൻസ് വളരണം. ഇപ്പൊ വളർന്നില്ല എന്നാണ് പറയണത്. ഇവര് സയൻസ് വളർന്നില്ല എന്നാണ്. ഗ്രഹങ്ങള് 9 ഗ്രഹങ്ങൾ എന്നുള്ളതിൽ സൂര്യൻ ഒരു നക്ഷത്രമാണ്, ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്, രാഹു കേതു എന്ന് പറയുന്ന 2 ഗ്രഹങ്ങൾ. എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മുടെ ആ ഒരു സംസ്കാരം, ഇന്ത്യൻ കൾച്ചർ, ഈ ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരം ഇതൊന്നും ഗ്രഹമല്ല. രാഹു കേതു എന്ന് പറയുന്നത് എന്താണ്? അത് 2 നിഴലുകളാണ്. നിഴൽ ഗ്രഹങ്ങളാണ്. ആ നിഴലുകള് ഗ്രഹണ സമയത്ത് വരുന്നതാണ്, അല്ലെങ്കിൽ ആ നിഴലിലില്ല. അതായത് നോഡ് ആന്റിനോഡ് എന്ന് പറയുന്ന 2 പൊസിഷനില് ചന്ദ്രനോ അല്ലെങ്കിൽ സൂര്യനോ വരുമ്പോ, സൂര്യൻ നമ്മുടെ ജ്യോതിഷ പ്രകാരം ഭൂമി ഒരു സ്ഥലത്ത് നിൽക്കല്ലേ, ബാക്കിയുള്ളതെല്ലാം കറങ്ങണത്. സൂര്യൻ കറങ്ങുന്നുണ്ടോ? ഭൂമി ചുറ്റുന്നുണ്ടോ? സൂര്യനാണ് ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. ഒരു സംശയം ചോട്ടെ, സാധാരണ യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെ യുക്തിവാദം അല്ലല്ലോ പറയണത്. ഞാൻ യുക്തിവാദം അല്ലല്ലോ പറഞ്ഞ എത്ര നേരം ആണോ? അല്ല, സാറ് പറഞ്ഞത് സയൻസ് ആണ് പറഞ്ഞത്. സാർ ഇപ്പോൾ ഒരു ബെർണം എഫക്ട് എന്ന് പറഞ്ഞൊരു എഫക്ട്, ബെർണം എഫക്ട് BERNUM, ബെർണം എഫക്ട് എന്ന് പറഞ്ഞൊരു എഫക്ട്, അതൊരു സൈക്കോളജിയാണ്. അതായത് ഈ ഒരു ബെർണം എഫക്ട് കൊണ്ടാണ് ഈ ആളുകൾ ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നത് എന്നൊരു പഠനം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരെങ്കിലും ശില്പ എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? കാരണം ഈ ബെർണം എഫക്ട് മൂലം ഈ ആൾക്കാർ ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുകയും, കാരണം ഒരു ജ്യോതിഷൻ ഒരു 10 കാര്യം പറയപ്പോൾ 3 കാര്യം ചിലപ്പോൾ സത്യമായിരിക്കും, പക്ഷേ ബാക്കി 7 കാര്യവും തെറ്റായിരിക്കാം. പക്ഷേ ഈ 3-ലായിരിക്കും ആൾക്കാർ കയറി പിടിക്കുന്നത്. ആ ഒരു സൈക്കോളജിയാണ്, മനുഷ്യന്റെ ആ ഒരു സൈക്കോളജിയാണ് ഈ ബെർണം എഫക്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പം ഈ ആസ്ട്രോളജിയും മനുഷ്യന്റെ മനഃശാസ്ത്രവും, ഇത് എത്രത്തോളമാണ് ഈ ആസ്ട്രോളജി മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത്? കാരണം ഈ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യുന്നവരൊന്നും ഈ ജാതകം നോക്കുന്നില്ല, ഗ്രഹനില നോക്കുന്നില്ല, ദോഷങ്ങൾ നോക്കുന്നില്ല, പാപം നോക്കുന്നില്ല. പക്ഷേ അവര് ശാസ്ത്ര സത്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, അവര് കഠിനാധ്വാനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഹ്യൂമൻ റിസോഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് അവർ നല്ലൊരു ജീവിതമാണ് നയിക്കുന്നത്. അപ്പോഴും ഈ മനുഷ്യനെ ഒരു ആശങ്കയിലാഴ്ത്തുന്ന, ഇപ്പൊ പറഞ്ഞില്ല ഐശ്വര്യ റായ് വരെ ഈ ചൊവ്വാദോഷം മാറാനായിട്ട് 3 വിവാഹങ്ങൾ കഴിച്ചു, കഴുതയെ കല്യാണം കഴിച്ചു, വാഴയെ കല്യാണം കഴിച്ചു, ആൽമരത്തിനെ കല്യാണം കഴിച്ചു. അപ്പം എന്താണ് ഈ മനുഷ്യന്റെ സൈക്കോളജി? ഈ ആസ്ട്രോളജിയിലേക്കും ഇത്ര ദോഷത്തിലേക്കും വിശ്വസിക്കുന്ന മനുഷ്യന്റെ സൈക്കോളജിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? അല്ല, അത് അറിവില്ലായ്മ കൊണ്ട് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം ഈ ഒരു ആസ്ട്രോളജി എന്താണ്, വാട്ട് ഇഫ് ഐ സേ ദാറ്റ് ഇതൊരു ടൂളാണ്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ടൂളായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കും. അതൊരു വിശ്വാസം.
അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അപ്പൊ സൈക്കോളജി എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഒരു ആസ്ട്രോളജർ ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എക്സാക്ട്ലി. ഒരു നല്ല ആസ്ട്രോളജർ ആണെങ്കിൽ നല്ല ആസ്ട്രോളജർ ഒരു കറക്റ്റായിട്ട് ആ വിഷയത്തെ പഠിച്ച് അതെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അതല്ലാതെ നമ്മുടെ തട്ടിപ്പ് ജ്യോത്സ്യന്മാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജ്യോതിഷം പുഴുങ്ങി കഞ്ഞിയാക്കുന്നവരല്ല. അല്ല, ഈ ശാസ്ത്രത്തെ പഠിക്കുന്നവര് അവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആവാൻ സാധിക്കും. ഇത് ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ആസ്ട്രോളജി പഠിക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് തട്ടിപ്പ് ജ്യോതിഷമല്ല, ശരിക്കുള്ള ജ്യോതിഷം പഠിക്കുകയാണെങ്കിൽ ഭാവി കൃത്യമായി പ്രവചിക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭാവി പ്രവചിക്കുക എന്നുള്ളതിലേക്ക് മാത്രം അതിന് ചുരുക്കേണ്ട ചോദിച്ചില്ല. ഞാൻ പറഞ്ഞത് 16-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ചിന്തകളല്ല 16-ാം നൂറ്റാണ്ടിന് ശേഷം. 16-ാം നൂറ്റാണ്ടിൽ എന്താ സംഭവിച്ചത്? 16-ാം നൂറ്റാണ്ടിലാണ് ഭൂമി ഉരുണ്ടിരിക്കുന്നെന്നും ഭൂമി ചലിക്കുന്നതാണെന്നും സൂര്യൻ. അത് സയൻസ് കണ്ടുപിടിച്ചതല്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ പണ്ട് തൊട്ടേ കണ്ടുപിടിച്ചിരുന്നു. ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, സൂര്യൻ ഉണ്ടായിരുന്നു, ചന്ദ്രൻ ഉണ്ടായിരുന്നു. പണ്ടുള്ള കാര്യം പറഞ്ഞ പണ്ട് നവഗ്രഹങ്ങളെന്നല്ലേ പറഞ്ഞിരുന്നേ? അതെ, പണ്ട് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അതെ, ഏതൊക്കെ ആയിരുന്നു ആ ഗ്രഹങ്ങള്? സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം കണ്ടുപിടിച്ചതല്ലേ 16-ാം നൂറ്റാണ്ടിൽ. 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചു. അതിനു മുമ്പ് നമ്മൾ ഇന്ത്യക്കാര് കണ്ടുപിടിച്ചു പണ്ട്. അതെന്താ അംഗീകരിക്കാൻ പ്രയാസം? എന്താണ് ആരെന്ത് കണ്ടുപിടിച്ചു? അതല്ലേ ജ്യോതിഷം? ആര് പറഞ്ഞു ജ്യോതിഷം? അതാണോ ജ്യോതിഷം? ഇതാണോ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്? സൂര്യൻ ഒരു ഗ്രഹമാണെന്ന് കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. തെളിവുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. സൂര്യൻ ഗ്രഹമല്ലല്ലോ, സൂര്യൻ ഒരു സ്റ്റാർ അല്ലേ? ഒരു ഗ്രഹമാണെന്ന് കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണ്. ആ സ്റ്റാർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഇവര് പറഞ്ഞിരുന്നത്. സ്റ്റാർ അതിനേക്കാളും കൂടുതൽ ഇപ്പൊ ഗ്രാവിറ്റിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മിഡ് വൈഫിന് അതിനേക്കാളും കൂടുതൽ ഗ്രാവിറ്റി ഉണ്ട്. ദൂരെ നിൽക്കുന്ന ഒരു ഗ്രഹം നിങ്ങളിൽ ചെലുത്തുന്ന ഗ്രാവിറ്റിയേക്കാളും കൂടുതൽ ഗ്രാവിറ്റി ഒരു മിഡ് വൈഫ് ഈ കുട്ടിയിൽ ചെലുത്തുന്നുണ്ടാവും. കണക്ക് കൂട്ടിയാലേ ഇത് ഗണിത കണക്ക് കൂട്ടിക്കോളൂ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ശില്പ. അതായത് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് ശരിക്കും പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഈ പണ്ടത്തെ കർമ്മത്തിന്റെ ഫലമാണ് അങ്ങനെയൊക്കെ കുറെ, അതൊക്കെ എന്ത് സത്യമുണ്ടോ? പണ്ടത്തെ ജന്മത്തിൽ നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ചൊവ്വാദോഷം വരുന്നതെന്ന് ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർമ്മ എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് ലൈഫുകൾ, അതൊരു ജന്മം എന്നല്ല, പല ജന്മങ്ങളിലുള്ള നമ്മളുടെ ആക്ടിവിറ്റീസ്, അതിന്റെ റിസൾട്ട്, പൂർവ്വജന്മത്തിന്റെ നമ്മള് ഈ ജന്മത്തിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പോലെ മുൻപുള്ള ജന്മങ്ങളിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ അത് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാവാം, നെഗറ്റീവും ഉണ്ടാകാം. ഇതിനെ നമ്മൾ കർമ്മ എന്ന് പറയും. ആ കർമ്മ അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ അടുത്ത നെക്സ്റ്റ് ലൈഫ് ഉണ്ടായി വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല രീതിയിൽ പൊസിഷനിങ് വരുന്ന സമയത്തായിരിക്കും ആ സോള് ജന്മം എടുക്കുക. അപ്പൊ അത് ഈ ചൊവ്വാദോഷവും തമ്മിൽ ബന്ധമുണ്ടോ? ചൊവ്വാദോഷവും അതും മാത്രമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം 7 നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ കൂടി മകരത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ അത് ഗുണം തരും. പക്ഷെ ഈ ചൊവ്വയ്ക്ക് ഒരു കലഹ സ്വഭാവമുണ്ട്. അല്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യുന്നവരിൽ അതൊന്നും ഫലവത്താവാത്തതിന്റെ കാര്യം അതാ ഞാൻ പറഞ്ഞത്. ഇത് ഒരു പ്ലാനറ്റ് മാത്രമാണ്. അതാണ് വേറൊരു പദത്തിലുള്ളവർക്കും ഇതൊന്നും ബാധകമല്ലാത്തതിന്റെ കാര്യം എന്താണ്? ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചാണ് ഇത് കൂടുതലും പോകുന്നത്. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഫോറിനേഴ്സ് ഒന്നും ഇതൊന്നും അതൊന്നും നോക്കിയിട്ടില്ല. അല്ല, അതെന്താണ് മാം? അല്ല, അത് മാം അതിന്റെ ഒരു ഉത്തരം. മാം ജ്യോതിഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടെയാണ്. ഇന്റർകാസ്റ്റ് മാരേജില് അവര് സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കുന്നു എന്ന് മേഡം പറയണ്ടായി. അല്ല, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അത് പറയണം. എല്ലാം അങ്ങനെയല്ല. എല്ലാം നമ്മൾ പറയുമ്പോ അടച്ചു പറയരുത് ഒരിക്കലും. ഇന്റർകാസ്റ്റ് കുറെ കഴിയുമ്പോ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും കല്യാണം കഴിച്ചു, കുട്ടികളായി. ആ കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഒരു പേരിട്ടു. സ്കൂളിൽ ചെന്നിട്ട് അവൻ ജാതി ചോദിക്കുകയാണ്. എഴുതണം. സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോ കുട്ടിയെ ജോയിൻ ചെയ്യുമ്പോ എഴുതണം. എന്തെഴുതും? അല്ല, ഇപ്പൊ പുതിയതായിട്ട് വന്ന നിയമം അനുസരിച്ച് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം ജാതി ഇല്ല എന്നുള്ളൊരു സെക്ഷനും കൂടെ ഉണ്ട്. ജാതി ഇല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും എഴുതാം. ജാതി വേണ്ട അതിനങ്ങനെ ഒരു കോളം കൂടെ ഉണ്ട്. വേണ്ടെന്ന് പറയുന്നത് ഇവര് തമ്മില് ചേർച്ചയില്ലാതെ തുടങ്ങും കുറേശ്ശെ. ഈ പേരന്റ് പറഞ്ഞ് അത് കഴിഞ്ഞ്
ഇവർ വേറെ മതത്തിലുള്ള അല്ലെങ്കിൽ വേറെ ജാതിയിലുള്ള കുട്ടികളുമായിട്ട് സ്നേഹം വരുമ്പോൾ കലഹം ഉണ്ടാവാതിരിക്കും. എല്ലാവരും എന്ന് ഞാൻ പറയില്ല, നിങ്ങൾ പറയുന്ന പോലെ എല്ലാവരെയും അടച്ച് ഞാൻ പറയില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് ജാതകങ്ങൾ ചേർത്ത് അതിൽ വരും വരായിക പരിഹാരമാർഗങ്ങൾ പറഞ്ഞ് ഇപ്പോൾ 7 ചൊവ്വയുടെ കർക്കിടകത്തിലും ചിങ്ങത്തിലും ഉള്ള ചൊവ്വ വരുന്ന സമയത്ത് ആ ചൊവ്വാദോഷം പരിഗണിക്കേണ്ടതില്ല എന്നൊരു ജ്യോത്സ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചൊവ്വയെ ദോഷം കൊണ്ട് മാത്രം വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് ജാതകങ്ങൾ തമ്മിൽ ചേർത്ത് അവർ രണ്ടുപേരും കൂടി മനസ്സ് രണ്ടുപേരും കൂടെ സമ്മതം മൂടിയവരാണ്. ജാതകം നോക്കേണ്ട കാര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വലിയൊരു മനുഷ്യന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുക, ഇന്ന കാരണങ്ങൾ കൊണ്ട് ജാതകങ്ങൾ ചേരില്ല, അതിനെന്താ വേണ്ടത്, അദ്ദേഹം പറഞ്ഞു തരും. അല്ലെങ്കിൽ ഒരു നല്ല ജ്യോത്സ്യൻ പറഞ്ഞു തരും. അല്ല, നമ്മളിപ്പോ ഒരു 10-10 പൊരുത്തം എന്ന് നമ്മൾ പറയുമ്പോഴും അത്തരം പൊരുത്തത്തോടെ വിവാഹം കഴിക്കുന്ന എത്രയോ ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നു പോകുന്നുണ്ട്. എത്രയും ദാമ്പത്യ ബന്ധങ്ങൾ പാതി വഴിയിൽ ഇല്ലാതാവുന്നുണ്ട്. നമ്മൾ എന്ത് പറയുന്നറിയാമോ, ആ പറഞ്ഞ ജ്യോത്സ്യം ശരിയല്ല എന്ന് പറയും. ജ്യോത്സ്യം ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ശരിയല്ലേ? അത് അവരുടെ സാഹചര്യങ്ങൾ മാച്ച് ആവാത്തതുകൊണ്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ജോലിയും അങ്ങനത്തെ കാര്യങ്ങൾ മാച്ച് ഇപ്പം പറഞ്ഞ പോലെ 10-10 പൊരുത്തം എന്ന് പറഞ്ഞില്ലേ, അത് നോക്കി കല്യാണം കഴിക്കുന്നവർ ഡിവോഴ്സ് ആവുന്നവരുണ്ട്. ഇപ്പം അതാ ഞാൻ പറഞ്ഞേ, മനസ്സുകൾ തമ്മിൽ, അതായത് അവർ ഇപ്പം 2 കുടുംബവും 2 വ്യക്തികളും കൂടെയാണ് ചേരുമ്പോൾ അവര് ജീവിച്ച ഇപ്പം മെയിൽ ഒരാള് ഇപ്പൊ ആണ് ജീവിച്ച സാഹചര്യത്തിലായിരിക്കില്ല പെണ്ണ് ജീവിച്ചത്. ഇവര് തമ്മിൽ കൂടി വരുമ്പോഴത്തേക്കും കൂടുതൽ അടുത്തടുത്ത് വരുമ്പം ചില കാര്യങ്ങളിൽ അവർക്ക് എന്താ പറയാ വ്യത്യാസ സ്വഭാവത്തിലാണെങ്കിലും അവർ ചെയ്യുന്ന ഓരോ എന്താ ഇപ്പൊ ചിലർക്ക് ഈഗോ വരാം, നമ്മളിപ്പോ പറയത്തില്ലേ, ചിലർക്ക് ഈഗോ വരാം. അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു തൊഴിലില് ഈഗോ വരാം, അല്ലെങ്കിൽ എന്താ പറയാ, നിന്റെ വീട്ടിൽ അങ്ങനെയുണ്ട്, എന്റെ വീട്ടിൽ ഇങ്ങനെയാ, പൈസയുടെ പ്രശ്നങ്ങൾ വരാം. അങ്ങനെ പല കാര്യത്തിലാണ് മിക്ക കുടുംബജീവിതവും തകരുന്നത്. അല്ല, അത് സാറ് പറയുന്ന പോലെയാണ്. ചൊവ്വയെ നോക്കുന്നവര് നോക്കട്ടെ. ചൊവ്വ നോക്കുന്നതിന്റെ പ്രശ്നം എന്താ, പല പെൺകുട്ടികളുടെയും വിവാഹം നടക്കുന്നില്ല. ഈ ചൊവ്വാദോഷമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഭർത്താവ് മരിച്ചു പോവും എന്നുള്ളൊരു ധാരണ കാരണം പല പെൺകുട്ടികളുടെയും വിവാഹം കഴിക്കുന്നില്ല. പക്ഷെ ജാതകം എഴുതുന്നു എന്ന് പറയുന്നു. ഞാൻ ഈ ചൊവ്വാദോഷം ജാതകത്തില് നമ്മുടെ പഠിത്തം, നമ്മുടെ വിവാഹം, എല്ലാ കാര്യങ്ങളും ജാതകത്തിൽ, അതായത് നമ്മുടെ മരണം വരെ എഴുതി വെക്കുന്നുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ഈ ചൊവ്വാദോഷമുള്ള ഒരു കുട്ടിയുടെ ജാതകത്തില് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ജാതകത്തിൽ ഉണ്ടാവില്ലേ ഭർത്താവുമായിട്ട് മരിക്കും. ഇപ്പൊ ഒരാളുടെ ജാതകം എഴുതുന്നു, ചൊവ്വാദോഷമുള്ള ഒരു കുട്ടിയുടെ ജാതകം, അതില് ഇത്രാമത്തെ വയസ്സിൽ അവൾ പഠിക്കുന്നു, വിവാഹം, മരണം, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ഈ ചൊവ്വാദോഷം ഉള്ള ആള് കല്യാണം കഴിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് എന്നാ മരിക്കും എന്നുള്ളത് എഴുതി വെക്കുന്നുണ്ടോ? ചേരുമ്പോഴല്ലേ ആ ജാതകങ്ങൾ തമ്മിൽ ചേരണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞു, ചൊവ്വാദോഷം ഉള്ള ഒരു ജാതകം ഉള്ള കുട്ടിയുടെ ആണെങ്കിൽ ആ ജാതകത്തിൽ എന്തുകൊണ്ട് അത് മെൻഷൻ ചെയ്യുന്നില്ല? എല്ലാവർക്കും അങ്ങനെ മരണപ്പെടില്ല. ജാതകങ്ങൾ തമ്മിൽ, പുരുഷന്റെയും സ്ത്രീയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുരുഷന് ഈ സ്ത്രീക്ക് വൈധവ്യ യോഗം, അതായത് ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള യോഗം, അതുകൊണ്ട് ആ ജാതകം ചേരാൻ പാടില്ല, മാറ്റി നിർത്തണം. അതിന് ചേരാവുന്ന ജാതകം വരുമ്പോ നിങ്ങൾ തമ്മിൽ ചേർത്തിട്ട് നടത്തിയാൽ മതി. സാർ ഇപ്പൊ പറഞ്ഞല്ലോ, സ്ത്രീക്ക് വൈധവ്യ യോഗം ഉണ്ട്, ചേരാവുന്ന ജാതകം തമ്മിൽ ചേരാവൂ. അപ്പം ഇത്തരം കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, ജാതകത്തിൽ വിശ്വസിക്കുന്ന ഇത്തരം കൺസെപ്റ്റുകൾ, അതിനെക്കുറിച്ച് സാറിന് എന്താണ്? കാരണം നമ്മളിപ്പോ കേരളത്തിലെ സമൂഹത്തെ കുറിച്ച്, കേരളീയരെ കുറിച്ച് പറയുന്നത് വിദ്യാഭ്യാസപരമായും പുരോഗമനപരമായും നമ്മൾ വളരെ മുന്നോട്ടം ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഇത്തരം ചില സെൻസിറ്റീവ് വിഷയത്തിൽ വരുമ്പോൾ നമ്മൾ അതിനെല്ലാം അന്ധമായി നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ ഒരു പേടിയുണ്ട്. ചൊവ്വാദോഷമുള്ള ഒരു പെണ്ണിനെ കെട്ടുകയാണെങ്കിൽ പയ്യൻ തട്ടിപ്പോ എന്നുള്ളൊരു പേടി. നമ്മളിപ്പോ എത്രയൊക്കെ നമ്മൾ പഠിച്ച് ഗവേഷണം കഴിഞ്ഞാലും PhD കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു പേടി ഇങ്ങനെ കിടപ്പുണ്ട്. അതിപ്പോ സാറിന് ഇപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ മാം പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള ജാതകത്തിൽ മാത്രമേ പൊരുത്തപ്പെടാവൂ എന്ന് പറഞ്ഞല്ലോ. നമ്മള് ഈ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ വിശ്വാസം നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും.
ആ ശിക്ഷിക്കണതിന്റെ കൂട്ടത്തിലുള്ള ഒന്നാണ് ഈ ജ്യോതിഷ വിശ്വാസം. പൊതുവെ നിങ്ങളെ ശിക്ഷിക്കുകയാണ് ചെയ്യുക, അല്ലാതെ രക്ഷിക്കുകയല്ല ചെയ്യുക. ഇപ്പൊ ഈ ചോദിച്ചെന്തായിരുന്നു? അല്ല, നമ്മൾ ഇത്തരം ഇപ്പൊ മാം തന്നെ പറഞ്ഞല്ലോ, ചൊവ്വ ദോഷമുള്ള ജാതകം, അത്തരം ജാതകത്തിലുള്ളവര് അതേ രീതിയിലുള്ള ജാതകം മാത്രമായിട്ടേ കൂട്ടിയിണക്കാവൂ, അവരുമായി മാത്രമേ വിവാഹം കഴിക്കാവൂ. അത് തമ്മിൽ കൂട്ടി ഇണക്കിയാൽ പോലും ഇവര് നേരെ ആവുന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? ഓരോ ഉറപ്പുമില്ല. ഇതിപ്പോ നമ്മൾ ഒരു വിശ്വസിക്കണതിനൊരു കാരണം വേണ്ട. വിശ്വാസം എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം. ഒരു അന്ധവിശ്വാസിയെ നമ്മൾ കാണുന്നില്ലല്ലോ. കാണുന്നുണ്ടോ? നമ്മളിൽ ആരെങ്കിലും അന്ധവിശ്വാസികളാണോ? അല്ല, നമ്മള് ശരിയായ വിശ്വാസികളാണ്. ശരിയായ വിശ്വാസികളെ നമ്മൾ കാണുന്നുള്ളൂ. അന്ധവിശ്വാസികളെ ആരെങ്കിലും പറയാറുണ്ട് ഞാനൊരു അന്ധവിശ്വാസിയെന്ന് ആരെങ്കിലും പറയും? അയാള് അന്ധവിശ്വാസിയല്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അന്ധവിശ്വാസവും വിശ്വാസവുമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുന്നത്, അരിച്ചെടുക്കുന്നത്? അത് ശാസ്ത്രത്തിന്റെ മെത്തേഡ് കൊണ്ടാണ്. എങ്ങനെ? തെളിവുണ്ടോ? നിങ്ങൾ പറയണതിന് തെളിവുണ്ടോ? തെളിവില്ലേ എന്നുള്ളതിന് അനുസരിച്ച് സൂര്യൻ ഒരു ഗ്രഹമാണെന്ന് പറയണതിന് തെളിവുണ്ടോ ഇല്ലയോ? തെളിവില്ല. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്. ചന്ദ്രൻ മാത്രമേ ഭൂമിയെ ബലം വെക്കുന്നുള്ളൂ. ചന്ദ്രൻ മാത്രമേ ഭൂമി വരും, ബാക്കിയുള്ളതെല്ലാം സൂര്യനെയാണ് ബലം വെക്കുന്നത്. നേഹ, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, നമ്മൾ ഈ തെളിവുകൾ മുന്നോട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ശാസ്ത്രത്തെ നമ്മൾ വിശ്വസിക്കുന്നതും ശാസ്ത്രം അനുസരിച്ചാണ് നമ്മളുടെ ജീവിതം എല്ലാം മുന്നോട്ട് പോകുന്നതും. ഇത്രയും കണ്ടുപിടുത്തങ്ങളെല്ലാം ശാസ്ത്രീയമായ അടിത്തറത്തിന്റെ പിന്നാലെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആസ്ട്രോളജി എന്നൊരു സംഭവം, നമ്മളെല്ലാം മനുഷ്യരെല്ലാം ഇൻസെക്യൂർ ആണ്. പല കാര്യത്തിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും പല കാര്യങ്ങൾ കൊണ്ട് നമ്മളൊരു ഇൻസെക്യൂർ ആണ്. അപ്പോൾ നമ്മളുടെ ആ ഇൻസെക്യൂരിറ്റിയുടെ തോത് കുറയ്ക്കാൻ അത് മാത്രമല്ല ഈ ആസ്ട്രോളജി കൊണ്ട് സഹായിക്കുന്നുള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ആസ്ട്രോളജിയെ കുറിച്ച് പറയാനാണ്, ഞാൻ ആസ്ട്രോളജിയിൽ അത്ര എക്സ്പേർട്ടായിട്ട് ഒരാളല്ല. പക്ഷേ എന്നാലും ആസ്ട്രോളജി ഫോളോ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ എല്ലാ പ്ലാനറ്റ്സും എവ്രിതിങ് നമ്മളെ ഇത് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഒരുപാട് ശബ്ദങ്ങളുണ്ട്, ഒരുപാട് എനർജീസ് ഉണ്ട് അല്ലേ. നമുക്ക് കാണാൻ കഴിയാം. നമ്മുടെ ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരാളാണ്. ഒരു തേർഡ് ഡയമെൻഷൻ അനിമൽ അല്ലേ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ഒരു ഫോർത്ത് ഡയമെൻഷൻ, ഫിഫ്ത്ത് ഡയമെൻഷൻ, പല ഡയമെൻഷൻസ് ഇല്ലേ. അപ്പൊ നമുക്ക് അതിലേക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ. ഇപ്പൊ അമീബ അതേ ഒരു സിംഗിൾ ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരാളാണ്, ഒരു ജീവിയാണ്. ഓക്കെ, അതുപോലെ പല ജീവികൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവും, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും ഇല്ല എന്ന് അശേഷം തട്ടിക്കളയാനാവൂല. കാരണം ഇതെല്ലാം കണ്ടുപിടിച്ചത് ഒരുപാട് പണ്ടാണ്. നമുക്ക് ഈ 16ാം നൂറ്റാണ്ടിലെ സയൻസ് ആണ് വന്നത്. സയൻസ് ഒരിക്കലും ആ പഴയ മനുഷ്യരുടെ വിവരം എത്തിയിട്ടില്ല സയൻസിന്. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാരെല്ലാം അന്യഗ്രഹങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്തിരുന്നു. ഉണ്ടാകും സാർ, സാറ് കണ്ടിട്ടില്ലല്ലോ, സാറ് ജീവിച്ചിട്ടില്ലല്ലോ. സാർ പറയട്ടെ പണ്ട് കാലത്ത് ഈ നോഹയുടെ പെട്ടകത്തിന്റെ സംഭവം വന്നപ്പോ ഈ ലോകം മൊത്തം പ്രളയം വരികയും ലോകത്തെ എല്ലാ അറിവുകളും ഇല്ലാതെ പോവുകയും ചെയ്തു. അതിന് ലോകത്തെ അറിവുകൾ തന്നെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒന്നും കൂടെ തുടങ്ങിയതാണ് മനുഷ്യർ. അപ്പൊ സാറിന് ഉറപ്പുണ്ടോ? നിങ്ങൾ കഥയും കഥയില്ലായ്മയും തമ്മിൽ വേർതിരിക്കണം. ഞാൻ പറഞ്ഞത് ചരിത്രമാണ്. എല്ലാ ചരിത്ര പുസ്തകം, ബൈബിൾ അടക്കമുള്ള എല്ലാ ചരിത്ര പുസ്തകത്തിലും. ചരിത്ര പുസ്തകമല്ല, ഞാനൊരു ക്രിസ്ത്യനാണ്. ബൈബിളിലെ പഴയ കാര്യങ്ങളെല്ലാം വിശ്വാസം, അത് നിങ്ങളുടെ വിശ്വാസം എല്ലാ ചരിത്ര പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. സാർ വിശ്വസിക്കണ്ട. ബാക്കി എല്ലാവരും ഈ കാണുന്ന എല്ലാ ആളുകളും ബൈബിളും മഹാഭാരതവും രാമായണമൊക്കെ ഞാനൊരു വ്യക്തിയല്ല. ഭൂമി ഉരുണ്ടിരിക്കുകയും അത് ചലിക്കുകയും ചെയ്യുകയെന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇപ്പൊ ഇടയ്ക്ക് കയറിയത്. ആൻസർ പറഞ്ഞ ചരിത്ര പുസ്തകമാണോ എന്ന് ചോദിച്ചു. അതിൽ ആൻസറാ പറയുന്നത്. അത് ഞാനൊരു പുസ്തകം എന്തിനാണ് ബ്രൂണോയെ ചുട്ടുകൊന്നതെന്ന് വെച്ചാല് ഭൂമി ഉരുണ്ടിരിക്കുന്നതെന്നും സൂര്യൻ നിശ്ചലമായിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ടാണ്. സൂര്യൻ നിശ്ചലമാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് യോശുവ പ്രവാചകൻ സൂര്യ നീ അവിടെ നിൽക്കെന്ന് പറഞ്ഞപ്പോ സൂര്യൻ അവിടെ നിന്നു എന്നാണ് പറയണത്. സൂര്യൻ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യോശുവ പ്രവാചകൻ നുണയല്ലേ പറഞ്ഞേ?
ചിലപ്പോ ആ സമയത്ത് എന്തെങ്കിലും സയന്റിഫിക്കൽ മാറ്റം വന്നിട്ടുണ്ടാകും. അത് എഴുതിയപ്പോൾ അത് അങ്ങനെ ആയതായിരിക്കും. നമ്മള് വക്കീലാണ്, ഈ യോശുവ പ്രവാചകന്റെ വക്കീലാണ്. സാറുമായിട്ട് ആവശ്യത്തെ തർക്കിക്കാൻ ഞാനില്ല. ചരിത്ര പുസ്തകം എന്ന് പറയുന്നത് ഇപ്പൊ മഹാഭാരതം ഇതിഹാസമാണ്, ചരിത്ര പുസ്തകമല്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നടന്ന സംഭവങ്ങളാണ് നമ്മൾ ചരിത്ര രേഖകളാക്കുന്നത്. മഹാഭാരതവും രാമായണവും നടന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് ചരിത്രമാണല്ലോ. അല്ല, അത് ചരിത്രമല്ല, അതൊക്കെ നടന്ന ചരിത്രമാണ് വിശ്വസിക്കുന്നുണ്ടല്ലോ. കഥ എഴുതി ഇപ്പൊ തകഴിയുടെ ചെമ്മീനിലെ പളനി. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു ഇതിൽ വിശ്വസിക്കുന്നത് നടന്ന ചരിത്രമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് മഹാഭാരതവും രാമായണവും ചരിത്രമല്ല. ഞാൻ മഹാഭാരതത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ ഇവിടെ നോഹയുടെ പട്ടകത്തിന്റെ കാര്യം പറഞ്ഞത്. നോഹയുടെ പേടകം ബൈബിളിലെ ഒരു സംഭവമാണ്, അത് ചരിത്രമല്ല. സംഭവം ചരിത്രം ഒന്നല്ലേ? നമുക്ക് ഒരുപാട് അറിവുകൾ പണ്ട് കാലത്ത് നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പൊ സാറ് ഉറപ്പുണ്ടോ 16-ാം നൂറ്റാണ്ടിലാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്? സാറിന് ഉറപ്പുണ്ടോ? സാറിന് ജീവിച്ചിരിപ്പില്ല, ഞാനും ജീവിച്ചിരിപ്പില്ല. പക്ഷെ പണ്ട് എഴുതിയ പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങളല്ലേ നമുക്ക് തെളിവായിട്ടുള്ളൂ. പുസ്തകങ്ങൾ, തെളിവുള്ള പുസ്തകങ്ങളും തെളിവില്ലാത്ത പുസ്തകങ്ങളും അതെങ്ങനെ വേർതിരിക്കും? തെളിവുണ്ട്, തെളിവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. തെളിവുണ്ടത് തെളിവ് കാണിക്കണം, ഒരു തെളിവ് കാണിക്കണം. എന്തോ തെളിവുണ്ടെന്നാ? എന്ത് തെളിവ് കാണിക്കണം? തെളിവ് എങ്ങനെ കാണിക്കണം? ഒരു കോടതിയിൽ നിങ്ങൾ വാദിക്കുമ്പോ തെളിവ് എങ്ങനെ കാണിക്കണം? കോടതി പോയിട്ട് നിങ്ങൾക്ക് ജാതക പ്രകാരം ഇങ്ങനെയാണ് ഇയാള് കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. ജാതക പ്രകാരം ഇയാള് കൊലപാതകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അതെന്താ? അത് തെളിവല്ല. വക്കീലിന് തലക്കകത്ത് വെളിച്ചമുള്ളതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. ചിലപ്പോ പറയും, ഞാൻ പറയത്തില്ല. അതായത് ഈ ലോകം ഒക്കെ ഈ മറ്റ് പടത്തി പറയുന്ന പോലെ ലോകത്തിന്റെ സ്പന്ദനം എന്താണ്? കണക്കാണെന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ സ്പന്ദനം, അത് പ്രപഞ്ചത്തിന്റെ സ്പന്ദനം കണക്കിലാണ് ചാക്കോ മാഷ് പറഞ്ഞത്. കണക്ക് കൂട്ടലാണ് സാർ എല്ലാം. കണക്ക് കൂട്ടൽ കഴിഞ്ഞ സയൻസ് വരുന്നുള്ളൂ, എല്ലാം പ്രോബബിലിറ്റി. അല്ല, അങ്ങനെയാണോ ശില്പ? കണക്ക് കൂട്ടൽ കഴിഞ്ഞിട്ടേ സയൻസ് വരുന്നുള്ളൂ, അങ്ങനെ ഉണ്ടോ? അല്ല, ഇത് സയൻസിനെയും ആസ്ട്രോളജിയും രണ്ടായിട്ട് കാണുന്നത് തന്നെ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ തനി സയൻസ്. നമ്മൾ ഈ വേദപഠനത്തിന്റെ ഭാഗമായിട്ട് ആസ്ട്രോളജി വരുന്നുണ്ട്, ഇല്ലേ? വേദപഠനത്തിന്റെ ഭാഗമായിട്ട് ആസ്ട്രോളജി വരുന്നില്ലേ അമ്മ? വേദപഠനത്തിന്റെ ഭാഗമായിട്ട് ആസ്ട്രോളജി വരുന്നുണ്ട്. പക്ഷേ വേദപഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ആസ്ട്രോളജിയില് ഗ്രഹനിലയെക്കുറിച്ചോ ജാതകത്തെക്കുറിച്ചോ സൂചനകളുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ജ്യോതിഷം പിന്നെ എങ്ങനെയാണ് ഈ ജാതകവും ഗ്രഹനിലയും ഈ മനുഷ്യനെ അത്രത്തോളം സ്വാധീനിക്കുന്ന രീതിയിലേക്ക്, മനുഷ്യനെ അത്രത്തോളം പേടിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ വന്നത്? കാരണം വേദങ്ങളുടെ മറ്റേ അസ്ട്രോളജിയിൽ ഇതൊന്നും പരാമർശിക്കുന്നില്ല. അപ്പൊ അതെങ്ങനെയാണ് വന്നത്? അത് പേടിപ്പിക്കുന്ന ഒരു വിഭാഗമല്ലേ ഉള്ളൂ, എല്ലാവരെയും പേടിപ്പിക്കുന്നു. ശ്രീരാമൻ കല്യാണം കഴിച്ചത് ജാതകം നോക്കിയിട്ടല്ല. അല്ല മാം പറയൂ. ഒരു വിഭാഗം ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയണില്ല. അങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്. അത് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്ന ഒരു വിഷയത്തെയാണ് നമ്മൾ. പാഞ്ചാലി കല്യാണം കഴിച്ചതും ജാതകം നോക്കിയിട്ടില്ല, 5 പേരെയാണ് കല്യാണം കഴിച്ചത്. ഞാൻ ജാതകത്തിന്റെ വർത്തമാനം അല്ലല്ലോ പറഞ്ഞത്, സാറ് ഇടയ്ക്ക് കയറി പറയാൻ. ഞാൻ ജാതകത്തിന്റെ കാര്യമല്ലല്ലോ. എന്തിനും ഏതിനും ഇങ്ങനെ ഉടക്ക് പറയണേ? ഞാൻ ഉണക്കല്ല പറഞ്ഞേ. അല്ല, ഇങ്ങനെ പറയുന്നത് എന്തിനാ? ഒരാള് സംസാരിക്കുമ്പോ അയാൾ എന്താ സംസാരിക്കണെന്ന് വെച്ചാല് മുഴുവൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ഭാഗം പറയുക, അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോ വേദം എന്ന് പറയുന്നത് ഈ മനലാൽ ത്രായതേ ഇതി മന്ത്ര. വേദമന്ത്രം ചൊല്ലി ഋഷിമാര് വേദമന്ത്രങ്ങൾ ചൊല്ലി ഒരു വസ്തുവിനെ വേറൊരു വസ്തുവാക്കി തീർത്തുണ്ട്. അത് മനനാൾ ത്രായത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ വെള്ളയാക്കുന്നത്, ശുദ്ധമാക്കുന്നതാണ് മന്ത്രം. മന്ത്രം ഉരുവിടുന്നത് കൊണ്ട് ഒരുത്തിന് ശുദ്ധമായി തീരാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് തന്നെ അതാണ്. ഈ ജാതകങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അവര് നിശ്ചയിച്ചിരിക്കുന്നു, കല്യാണത്തിന് നിശ്ചയിച്ചിരിക്കുന്നു, ഒരു പുരുഷനും സ്ത്രീയും. അതിലെന്താണ് പോരായ്മ? മന്ത്രം കൊണ്ട് മാറ്റാൻ ഒരു പരിധി വരെ മാറ്റാൻ സാധിക്കും.
പരിഹാര മാർഗങ്ങളുമുണ്ട്, ഒരു പരിധിവരെ മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരെയും ചൊവ്വാദോഷം കൊണ്ട്, ശനിയുടെ വക്രദൃഷ്ടി കൊണ്ട്, അല്ലെങ്കിൽ വേറൊരു ഗ്രഹം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, ഇപ്പോൾ ബുധനെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ബുധൻ വന്നാൽ അവൻ ഈ കുട്ടി പറയുന്ന മാതിരി തലയിൽ നിറച്ചു ബുദ്ധിയായിരിക്കും. 8ാം ഭാവത്തില് ഒരുത്തന് 8ാം ഭാവത്തില് ബുധനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും 8 എന്ന് പറയുമ്പോൾ മോശമായിട്ടാ പറയുക. 3, 6, 8 ഋണം, രോഗം, വയറിന് രോഗം ഒക്കെയാണ് 6ാം ഭാവത്തിലൊക്കെ പറയണത്. അതല്ല 8ാം ഭാവം എന്ന് പറയുന്നത്. അതേമാതിരി 12ാം ഭാവം എന്ന് പറയുന്നത് ശുക്രൻ ചെയ്യാത്ത ഒരു കാര്യങ്ങളും, അസുരദേവനാണെന്നുണ്ടെങ്കിൽ പോലും ഈ ശുക്രൻ കല്യാണത്തിന്റെ വിഷയങ്ങളെ കുറിച്ച്, പ്രേമം, പ്രണയം, കാമം, ഇതെല്ലാം ശുക്രനെ കൊണ്ടാണ് പറയുന്നത്. ധനം. അപ്പൊ ഈ ശുക്രൻ 12ാം ഭാവത്തിൽ, അയ്യോ 12ാം ഭാവത്തിൽ ശുക്രൻ അല്ല, 12ാം ഭാവത്തിൽ വരുന്ന ഒരേ ഒരു ഗ്രഹം ശുക്രനാണ്. അതുപോലെ വിശേഷങ്ങളായ ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങൾ ജാതകത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, അവരുടെ ദൃഷ്ടി എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കണം. കുട്ടി പറയണം, കുട്ടി സോറി കേട്ടോ, കുട്ടി 5 വയസ്സ് 80 ഇപ്പൊ മാം പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഇപ്പൊ വേദങ്ങൾ പഠിച്ച വേദപണ്ഡിതന്മാര് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അതിനെ മാജിക് എന്നല്ലേ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ശില്പ പറഞ്ഞ പോലെ തന്നെ ഈ ബുധന്റെ ആ ഒരു നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ശില്പ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആളാണെങ്കിൽ വളരെ ബുദ്ധിമാനായിരിക്കും. സാറിനെ പോലെ ISROയിലൊക്കെ വർക്ക് ചെയ്ത ബുദ്ധിമാനായ ശാസ്ത്രജ്ഞനായിട്ട് മാറും. അങ്ങനെ സാറ് വിശ്വസിക്കുന്നുണ്ടോ ഈ ഔട്ട്റൈറ്റായിട്ടും ഇത് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ റെയിൽവേ ടൈം ടേബിൾ വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു ജ്യോതിഷം ഉണ്ടാക്കി തരാം. ഇപ്പം എന്താ വന്ദേ ഭാരത് അങ്ങോട്ട് പോയി ഇത് ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഈ കുട്ടി ജനിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് വലിയ കുഴപ്പമാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വരണം. അത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളതേ ഉള്ളൂ ഈ ജാതകത്തിന്റെ പ്രശ്നത്തിൽ. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഒന്നുമില്ല. വിശ്വസിച്ചാലും നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അതുള്ളൂ, വിശ്വാസം നിങ്ങൾ ശിക്ഷിക്കും. നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കാത്ത ആളുകളല്ലേ ഈ ലോകത്തിൽ ഭൂരിപക്ഷം. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, വിശ്വാസം ശിക്ഷിക്കപ്പെടുമെന്ന് സാറ് പറയുന്നു. ശില്പയ്ക്ക് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ലെ, ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചയിൽ തന്നെ നമ്മൾ ഈ വിവാഹം ചൊവ്വാദോഷം എന്നുള്ളത് തന്നെ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ആസ്ട്രോളജിയിൽ പരാമർശിക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചൊവ്വാദോഷം എല്ലാവരും നോക്കുന്നുണ്ടല്ലോ വിവാഹ സമയത്ത്. ചൊവ്വാദോഷമുള്ള പെൺകുട്ടി ചൊവ്വാദോഷമുള്ള പെൺകുട്ടി വിവാഹം കഴിക്കാൻ ഇപ്പോഴും എല്ലാവരും നോക്കുന്നില്ല. എല്ലാവരും പോയി ചൊവ്വാദോഷം ഉണ്ടോന്നല്ലല്ലോ ചോദിക്കണേ, ജാതകം ചേരുമെന്നല്ലേ ചോദിക്കണേ. ജാതകം ചേരുമോ ഇല്ലെന്ന് ചോദിക്കുമ്പോ ചൊവ്വാദോഷം ഉണ്ടെന്ന് അയാൾ പറയും. എല്ലാവരും പറയൂ, ഉണ്ടെങ്കിൽ അയാൾ പറയും, ഉണ്ടെങ്കിൽ പറയും. അല്ല, അവിടെയാണ് അല്ല, ഈ ചൊവ്വാദോഷം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു ദോഷം ഉണ്ടെന്ന് ഇപ്പം 7, 8 ചൊവ്വ നിൽക്കുന്നു വിചാരിക്കട്ടെ. അപ്പൊ അവിടെ എന്താണ് ആ കുട്ടിക്കുള്ള ഒരു ക്യാരക്ടർ, എന്താണ് അതിന് അനുയോജ്യമായിട്ടുള്ള ക്യാരക്ടർ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അനുയോജ്യമായ ക്യാരക്ടർ എന്ന് വെച്ചാൽ ചൊവ്വാദോഷമുള്ള ഒരു ആളെ കല്യാണം കഴിക്കുക, അതാണോ ഉദ്ദേശിക്കുന്നത്? ആ ചൊവ്വാദോഷമുള്ള പെൺകുട്ടിയുടെ സ്വഭാവത്തെ നിരീക്ഷിക്കുക. അതായത് ആസ്ട്രോളജിക്കലിയാണ് ഞാൻ പറയുന്നത്. സൈക്കോളജിക്കലി നിരീക്ഷിക്കാൻ കാലങ്ങൾ വേണം. ആസ്ട്രോളജിക്കലി നിരീക്ഷിക്കുക. എന്നിട്ട് അതിനോട് അനുയോജ്യമായി നിൽക്കുന്ന ഒരു പുരുഷ ജാതകം എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം സോൾവ് ചെയ്തില്ല. ആസ്ട്രോളജിക്കലി ചൊവ്വാദോഷം പരിഹരിക്കേണ്ടവർക്ക് ആ മാർഗം സ്വീകരിക്കാം, വിശ്വസിക്കാത്തവർക്ക് അത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം, ഇഷ്ടം പോലെ ചെയ്യാം. എക്സാക്ട്ലി. വിശ്വസിക്കാത്തവര് എന്തും വിശ്വസിക്കില്ല. എന്ത് പറഞ്ഞാലും ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന പുരുഷന്റെ ചൊവ്വാദോഷം ഉണ്ടെങ്കിലും അത് ചേർക്കാം എന്ന് പറയുന്നവനും വിശ്വസിക്കില്ല. എന്താന്ന് വെച്ചാൽ വിശ്വാസമില്ല എന്ന് തറപ്പിച്ച് പറയുന്ന ഒരുത്തൻ, ഈ മഞ്ഞപ്പിത്തമുള്ളവൻ കാണുന്നതൊക്കെ മഞ്ഞളായിട്ട് കാണുന്നു പറയുന്ന ഒരു ഇതേ ഉള്ളൂ. അല്ല, വിശ്വാസം ഇല്ലാത്തവനും ചിലപ്പോ ചൊവ്വാദോഷമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല. എന്ന് വെച്ചാൽ എന്തിനാ ഒരു ആവശ്യമില്ലാതെ റിസ്ക് എടുക്കണം, എന്തിനാന്ന് വിചാരിക്കും. അല്ല, ഇപ്പൊ സാറിന്റെ ഇടയിൽ എന്തിനാണ് ശ്രീരാമന്റെ കാര്യം പറഞ്ഞതെന്ന് അറിയില്ല. സാറ് പറഞ്ഞതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ശ്രീരാമന്റെ ചൊവ്വ ശ്രീരാമന് വിരഹം കൊടുത്തിരുന്നു.
ഞാൻ ശ്രീരാമന് ചൊവ്വാദോഷം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞില്ലേലും അവിടെ ചൊവ്വ പ്രവർത്തിച്ചു. ജാതകം നോക്കിയില്ല. വിഷയത്തെക്കുറിച്ച് ആ പറയാം. ജാതകം പാഞ്ചാലി ജാതകം നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചെന്നാ ഞാൻ പറഞ്ഞത്. എന്ന് സീതയും സാറിന് ഉത്തമ ജാതകം ബോധമുണ്ടോ? നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചെന്നാ പറഞ്ഞത്. സാറിന് ഉത്തമ ബോധമുണ്ടോ ഏത്? പാഞ്ചാലി ഈ ജാതകം നോക്കിയിട്ടില്ല എന്നുള്ളത്? എനിക്ക് പിന്നെ കല്യാണം നടക്കൂലായിരുന്നല്ലോ. സാർ എനർജിയെ ഒന്ന് കാണിച്ചു തരാമോ? യു ക്യാൻ ബി ഫെൽറ്റ് വിത്ത് എനർജി, യു കനോട്ട് സീ എനർജി. കാണിച്ചു തരണം എന്തിനാണ്? എനർജി ഉണ്ടല്ലോ. ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്നെ എങ്ങനെ പ്രൂവ് ചെയ്തു തരും? നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, ആ സെൻസിൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ഇതന്നെയല്ലേ നമ്മൾ പറയുന്നത്? നിങ്ങളുടെ ഇത് തന്നെയല്ലേ നമ്മൾ പറയുന്നത്? നിങ്ങളുടെ സെൻസിന് ഒരുപാട് പരിമിതികളുണ്ട്. അല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ടെലസ്കോപ്പ് ഉപയോഗിക്കണം എന്തിനാണ്? നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഗ്രഹങ്ങൾ കാണാനും നക്ഷത്രങ്ങൾ കാണാനുമാണ്. അല്ല ഇപ്പൊ ശില്പ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ആസ്ട്രോളജി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാത്ത സെൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ സാറ് പറയുന്ന പോലെ തന്നെ പല കാര്യങ്ങളും ഇതുപോലെ കാണാൻ പറ്റാത്ത, ഇപ്പൊ എനർജിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത, അനുഭവിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ശാസ്ത്രജ്ഞന്മാർ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആസ്ട്രോളജി മാത്രം തള്ളിക്കളയുന്നത്? അനുഭവിക്കാൻ പറ്റും എനർജി, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതെ അതെ, നമ്മൾ എനർജി കാണാൻ പറ്റും, നമ്മൾക്ക് എല്ലാം സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അതുകൊണ്ടല്ലേ സെൻസേഴ്സ് നമ്മൾ ഉണ്ടാക്കണത്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻസറുകൾ ഉണ്ടാക്കുന്നത്. ടെലിസ്കോപ്പ്, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അണുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുന്നത്. കാണുന്നില്ല എന്ന് പറയുന്നില്ല. സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അതുപോലെയാണ് സാർ ആദ്യമേ തൊട്ട് തെളിവ് പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന എനർജി എന്ന് പറയുന്നത് തെളിവ് പറഞ്ഞു കൊടുക്കും. എനർജി ഈ ലൈറ്റ് കത്തുന്നുണ്ട്, അത് എനർജി അല്ലേ? അത് സാർ പറയുന്നല്ലേ എനർജിയാണ്. സോ ദാറ്റ് ഇസ് ഫെൽറ്റ്, ദാറ്റ് ഇസ് നോട്ട് സീൻ, ദാറ്റ് ഇസ് ഫെൽറ്റ്. എനർജി ആയിട്ട് കാണുമല്ലേ? എന്ത് എനർജിയാണത്? ലൈറ്റ് എനർജി. ആ ലൈറ്റ് എനർജി ആണെന്ന് സാറ് പറയുന്നോണ്ടല്ലേ? ഞാനല്ല പറയണത്, ശാസ്ത്ര സയൻസ് ആണ് സാർ ഇതിനെല്ലാം ഒരു തുടക്കമുണ്ട്. സാർ ഇപ്പൊ പറഞ്ഞ കണ്ടുപിടുത്തങ്ങൾ, ഈ മറ്റേ ഈ ഇതിനെല്ലാം ഒരു തുടക്കമുണ്ട്. ആ തുടക്കം സാറ് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തതിനെല്ലാം നമ്മൾ സെൻസ് ചെയ്യാൻ പറ്റാത്തതിനെല്ലാം സെൻസേഴ്സ് ഉണ്ടാക്കുന്നു. ഹൗ കെൻ യു മെഷർ ലവ്? സ്നേഹം ഇല്ലെന്ന് ആരും പറയില്ലല്ലോ. സ്നേഹത്തിനെ സാർ എന്തുകൊണ്ടാണ് മെഷർ ചെയ്യുന്നത്? കാണാത്ത ഒരു വസ്തുവാണ് സ്നേഹം. സാറിന് ഏത് സെൻസർ വെച്ചാ സാർ മെഷർ ചെയ്യുന്നത്? ഇല്ല, നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾക്ക് ആളെന്ന് നോക്കാൻ പറ്റില്ലല്ലോ. അല്ല, നമ്മുടെ ഇമോഷൻസ് അല്ലേ അത്? അവരവർക്ക് അളന്ന് നോക്കാം. പറഞ്ഞാ പോരെ, ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അതാണ് പറഞ്ഞത്. അതേ പറഞ്ഞോളൂ. അല്ല അതേ പറഞ്ഞോളൂ. അതല്ല പറയണത്, അതല്ല പറയണത്. അല്ല, സ്നേഹം എന്ന് പറയുന്നത് ഇമോഷനാണ്. ഇതിന്റെ എല്ലാം ആകത്തുക അത് തന്നെയാ, ഈ പറഞ്ഞത് തന്നെയാ. അല്ല മാം, ഇപ്പൊ നമ്മൾ ഈ ചൊവ്വാദോഷം, ഈ ജാതകം, ഗ്രഹനില, ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഇന്റർകാസ്റ്റ് മാരേജ്. ഇപ്പൊ പരസ്പരം പ്രണയിക്കുന്ന രണ്ടുപേർ. അപ്പോൾ ജോത്സ്യന്റെ അടുത്ത് പോയപ്പോൾ ജോത്സ്യം പറയാണ് പെൺകുട്ടിക്ക് ചൊവ്വാദോഷമുണ്ട്, ഈ പയ്യൻ തട്ടിപ്പോകുന്നു. അവർ അത്രമേൽ മനപ്പൊരുത്തമുണ്ട്, അവർ പരസ്പരം വർഷങ്ങളായി പ്രണയിക്കുകയാണ്. പക്ഷെ ഈ ജോത്സ്യന്റെ ഈ ഒറ്റ വാക്കില് അവരെ കുടുംബക്കാർ തമ്മിൽ അവർ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇതേപോലെ മനപ്പൊരുത്തമുണ്ട്, അവർ വിദ്യാസമ്പന്നരാണ്, പക്ഷെ അവർക്കിതിൽ വിശ്വാസമില്ല. പക്ഷെ കുടുംബക്കാർ ഭയപ്പെടുകയാണ്, ഇവർ തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ പയ്യൻ തട്ടിപ്പോവും എന്ന് ജോത്സ്യം പറയുകയാണെങ്കിൽ, ഇതുപോലെ ചേരാത്ത രണ്ട് ജാതകങ്ങളാണെങ്കിൽ അവിടെയൊക്കെയാണ് ഈ ചൊവ്വാദോഷത്തിന്റെയും അങ്ങനെയുള്ള ഒരു ജ്യോത്സ്യരുടെ അടുത്ത് പോവില്ല. അതാണ് മനപ്പൊരുത്തം ഉള്ളപ്പോ എന്തിനാണ് കുടുംബക്കാരാണ് ജാതകം നോക്കുന്നത്. ഈ കുട്ടികളുടെ അറിവില്ലായ്മയാണ് അവിടെ അവരെ പിരിച്ചിട്ടുള്ളത്. അതെ, അതല്ലേ? അല്ല, ഈ ഒരു ചോദ്യം ഇപ്പൊ മൂന്നാമത്തെ തവണ ചോദിക്കുന്നത്. ഇന്റർകാസ്റ്റ് അല്ല, ഇത് ഇന്റർകാസ്റ്റ് അല്ല, ഇത് ഇന്റർകാസ്റ്റ് അല്ല, ഇത് പരസ്പരം പ്രണയിക്കുന്നവരാണ്. അവിടെ ഇന്റർകാസ്റ്റ് അല്ല, ഇവിടെ ജാതകം പ്രണയിക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ലിവ് ഇൻ റിലേഷൻഷിപ്പ് അവര് പോവില്ല. അല്ല, അവരല്ല പോയത്, കുടുംബക്കാരാണ് കല്യാണം നടത്താനായിട്ട്, കുടുംബക്കാരാണ് പോയി ജോത്സ്യനെ കണ്ടത്. വേണ്ട രീതിയിൽ പരിഹാരവും എന്തെങ്കിലും ചെയ്യുക. അവരുടെ ബോധ്യമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നത്.
അല്ലാതെ മനപ്പൊരുത്തം ഉള്ളപ്പോൾ ജാതകപ്പൊരുത്തം വിവാഹത്തിന് പറയുന്നില്ല. മനപ്പൊരുത്തം നമ്മളിപ്പം അറേഞ്ച് മാരേജ് പോവാണ്, നമുക്ക് അറിയില്ല ആ വ്യക്തിയെ, ഒരു സ്ട്രേഞ്ചർ ആണ്. അപ്പൊ ആ വ്യക്തിയുടെ ജാതകം, ഒരു ബർത്ത് ചാർട്ട്, രാശി ചാർട്ട് എടുത്താൽ നമുക്ക് പഠിക്കാം ആ വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അത് നമ്മളുടെ ആ പെൺകുട്ടിയുടെ ജാതകവുമായിട്ട് ചേരുന്നതാണോ എന്ന് നമുക്ക് ഒത്തു നോക്കാം. അത് ഉപയോഗിക്കാം ഒരു ടൂളായിട്ട്. അത് ചെയ്യാം. അല്ല, അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു ബിഹേവിയറൽ സ്റ്റഡി ആയിട്ട് ഇതിനെ എടുക്കാൻ പറ്റുമോ സാറേ? അത് നിങ്ങളുടെ ആത്മനിഷ്ഠമായ ഇച്ഛകളുടെയും ആശ്രയിച്ചിരിക്കും. ജ്യോതിഷം ബേസിക്കലി അത് ഒരു കാലഹരണപ്പെട്ട അതിൽ തന്നെ ശാസ്ത്രത്തിന്റെ ഒരു ഗണിതത്തിന്റെ ഒരു അംശമുണ്ട്. ജ്യോതിഷത്തില് ബലഭാഗത്തിന്റെ ഒരു അംശമുണ്ട്, ഗണിതത്തിന്റെ ഒരു അംശമുണ്ട്. ഈ ഗണിതത്തിന്റെ അംശത്തിൽ ശാസ്ത്രത്തിന്റെ അംശം ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ 16-ാം നൂറ്റാണ്ട് വരെ. ഇപ്പം അത് നമ്മൾ തെളിവുകൾക്കനുസരിച്ച് ആണുള്ള ഒരു കാര്യം ശരിയാണോ, നമ്മുടെ വിശ്വാസം തെറ്റായിരുന്നോ, അത് ശരിയാണോ എന്നുള്ളത്. അപ്പൊ ആ കാലത്ത് ഭൂമി ഉരുണ്ടാണിരിക്കണമെന്നും അത് അതിന്റെ അച്ചുതണ്ടിൽ ചലിക്കുന്നുണ്ടെന്നും സൂര്യനെയാണ് അത് ചുറ്റുന്നതെന്നും പറഞ്ഞപ്പോൾ അത് ഒരു മതഗ്രന്ഥത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം അല്ല. സാറ് പറഞ്ഞല്ലോ ഗണിതത്തിന്റെ അംശമുണ്ടെന്ന്. ഗണിതത്തിന്റെ അംശമുണ്ടെങ്കിൽ നമുക്ക് ആസ്ട്രോളജി ഒരു കാലഹരണപ്പെട്ട സയൻസ് ആണെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഗണിതം മാറിയപ്പോ അന്നുണ്ടായിരുന്ന ആ ഗണിതത്തിന്റെ അംശം അതിനകത്ത് ഉണ്ട്. പക്ഷെ അങ്ങനെയാണോ അങ്ങനെയാണോ? ഈ ഗണിതം എന്ന് പറയുന്നത് കണക്ക് എന്താണോ ഉദ്ദേശിക്കണേ? ഗണിതം എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചതിന് ഉത്തരമാണ് പറയണേ. ഗണിതം ഉത്തരവാണ് ഞാൻ പറയണത്. കണക്കാണോ പറയണേ? ഞാൻ എന്റെ ഉത്തരം എഴുതി തരുമോ? അന്ന് 4 2 6, ഇന്ന് 4 2 7 എന്ന് പറയാൻ പറ്റില്ല. കണക്ക് കണക്കാണ്. ഭൂമി ഉണ്ടായ സമയം മുതൽ കണക്കാണ്. 4 2 6 എന്ന് പറഞ്ഞാൽ 4 2 6, ഇന്നും 6ആണ്. അതിന് മാറ്റമില്ല. ജ്യോതിഷവും അതുപോലെയാണ്. ജ്യോതിഷികൾ 10,000-കണക്കിനാണ് ഇന്ന് ലോകത്ത് നടന്നിട്ടുള്ളത്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് പറയുന്നത് കൃത്യമായിട്ടുള്ള ജ്യോതിഷന്മാർ ഇന്ന് നിലവിലുണ്ട്. ഇല്ല എന്ന് പറയാൻ വേഗം സാധിക്കും. ഞാനിവിടെ ഇരിക്കണില്ല എന്ന് സാറ് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും. ഗണിതത്തില് മാറ്റം വന്നു സാർ പറഞ്ഞല്ലോ. അപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ഗണിതത്തിൽ വന്ന ഈ മാറ്റം അത് ഞാൻ പറഞ്ഞുതരാം. ഗണിതത്തിൽ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവര് അന്ന് ഭൂമി നിശ്ചലമാണെന്ന് സങ്കല്പിച്ചിട്ടാണ് എല്ലാ ഗണിതങ്ങളും ഉണ്ടാക്കിയത്. ആ ഗണിതങ്ങൾ തെറ്റാണെന്ന് മനസ്സിലായില്ലേ? ഭൂമി ഒരു സ്ഥലത്ത് നിൽക്കുകയും സൂര്യനും ഗ്രഹങ്ങളും അവര് ഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന സൂര്യൻ ഗ്രഹമല്ല, അതും ഭൂമിയെ ചുറ്റുകയാണെന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിലാണ് അവർ ഗണിതം ഉണ്ടാക്കിയേക്കുന്നത്. ആ ഗണിതം ഇന്ന് മാറിയില്ലേ? അതെ. അപ്പം നേഹ, ഇപ്പൊ സാറ് മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ മാം പറഞ്ഞു, അതായത് കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ജ്യോത്സ്യന്മാര് നമുക്കിടയിലുണ്ട്. അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റാത്തൊരു കാര്യം. പലപ്പോഴും ഇതുപോലെ വ്യാജന്മാർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ വീണു പോവുകയാണ്. അപ്പൊ നേഹയെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്തുകൊണ്ടാണ് ഈ ആസ്ട്രോളജിയിൽ വിശ്വസിക്കുന്നത്? കാരണം നേഹയ്ക്ക് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചൊവ്വാദോഷത്തിന്റെ പേര് പറഞ്ഞ് പെൺകുട്ടികളുടെ കല്യാണം വൈകുന്നു. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ ചൊവ്വാദോഷം കൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഭാര്യ ചത്താലും കുഴപ്പമില്ല, ഭർത്താവ് ജീവനോടെ ഇരിക്കണം എന്നുള്ള നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ തിങ്കിങ് ഉണ്ടല്ലോ. അതുകൊണ്ട് എപ്പോഴും ചൊവ്വാദോഷം എപ്പോഴും നമ്മളെ പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ജ്യോതിഷത്തില്, ഈ സയൻസിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നേഹയെ പോലുള്ള ചെറുപ്പക്കാർ ഈ ജ്യോതിഷത്തെ നോക്കിക്കാണുന്നത്? അതൊരിക്കലും നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണോ? ഇപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾ ഇപ്പൊ ഇതൊന്നും എക്സാക്ട്ലി ഫോളോ ചെയ്യുന്നവരല്ല. ഇപ്പൊ ഇവര് പറഞ്ഞ അത്ര അറിവുകൾ പോലും ഈ ഒരു ആസ്ട്രോളജിയെ പറ്റി എനിക്കില്ല. പക്ഷേ നമ്മൾ എന്ത് പുതിയ കാര്യം കേട്ടില്ല അതിനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത തികച്ചും തെറ്റാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കാണാനും അറിയാനും കേൾക്കാനും പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്തിലുണ്ട് എന്ന സത്യം നമ്മൾ അംഗീകരിക്കുക. അത് പിന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. പക്ഷേ നമുക്കുള്ള അറിവുകൾ വെച്ച് പണ്ട് പൂർവികരായി എഴുതിയ പുസ്തകങ്ങളിൽ നിന്നും വന്ന അറിവുകളാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. അതിനെ പൂർണ്ണമായും തള്ളിക്കളയാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും.
സാർ ഇപ്പോൾ ശില്പ പറഞ്ഞല്ലോ ഒരു എനർജി ഉണ്ടെന്ന്. സാറ് വിശ്വസിക്കുന്നുണ്ടോ? സാറ് ISROയിലെ മുൻ ശാസ്ത്രജ്ഞനായിരുന്നു. നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു നിഗൂഢമായ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഒപ്പമുണ്ട് എന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? പ്രപഞ്ചത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നിഗൂഢ ശക്തിയല്ല. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ ശാസ്ത്രം ഫ്രീസായിട്ടില്ലല്ലോ, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. എത്രയോ ഇപ്പൊ ടെലസ്കോപ്പുകൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇപ്പം പാർട്ടിക്കിൾസ്, ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഹൈഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഇല്ലേ. നമുക്ക് കാണാത്തതിനെ എങ്ങനെ കണ്ടെത്താം എന്നാണ് ശാസ്ത്രം, അല്ലാതെ എങ്ങനെ കണ്ടില്ല എന്നുള്ളതല്ല. എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത്, നമുക്ക് കാണാൻ കഴിയാത്തതിനെ എങ്ങനെ കണ്ടെത്താമെന്നാണ്. അതുകൊണ്ട് ഇല്ലാത്തത് ഉണ്ടെന്ന് പറയലല്ല, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയണത് അല്ല ശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കുകയാണ്. എന്താണ് ഇല്ലാത്തതെന്ന് അന്വേഷിച്ചു പോകലല്ല ശാസ്ത്രത്തിന്റെ ദൗത്യം. എന്താണ് ഉള്ളത് എന്ന് അന്വേഷിക്കലാണ് ശാസ്ത്രത്തിൽ. ഇല്ലാത്തത് എന്താണെന്ന് അന്വേഷിച്ചു പോകണ അതാണ് നമ്മൾ കാണുന്ന ഈ ശാസ്ത്രവിരുദ്ധരുടെ ഇല്ലാത്തത് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഞാൻ പറയാ, ഡിങ്കൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത്. നിങ്ങൾ വിശ്വസിക്കുമോ? എന്തുകൊണ്ട് വിശ്വസിക്കൂല? എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ഡിങ്കനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. എല്ലാവരും വിശ്വസിക്കണം. സാറ് സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. അജ്ഞാനിയാണ് ഞാൻ, അതുകൊണ്ട് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അല്ല, ഒരു ഈ ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രാണി, ജീവപ്രാണി സത്തുപോയി അല്ലെങ്കിൽ ചത്തുപോയി, നമ്മൾ ചത്തുപോയി, എന്താണത്? ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ചത്തുപോയി ശാസ്ത്രം കണ്ടുപിടിക്കണ്ടല്ലോ, നമുക്കും കണ്ടുപിടിക്കാന്നല്ലോ. പാറ്റ ചത്തുപോയി, നമ്മൾ കണ്ടുപിടിച്ചല്ലോ. എവിടെയാ പോയെന്നാ ചോദിക്കണേ. പാറ്റ ചത്തുപോയി, അതിന്റെ ഫങ്ഷൻ തീർന്നു, അതിന്റെ ഫങ്ഷൻ തീർന്നു. എവിടെയാ പോയെ? അത് എവിടുന്നാ വന്നേ? എവിടെന്ന് വന്നു, എവിടെ പോയി? അതെന്താണെന്നാ ചോദിച്ചത്. വന്നിടത്തുനിന്ന് പോയി. എന്താണെന്നാ ചോദിച്ചത്. എന്താണ് അത് നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ടെങ്കിൽ ആ ബ്രെയിനിന്റെ ചിന്തകളുടെ അറിവിന്റെ ആകെത്തുകയാണ് നിങ്ങളാണെന്ന് പറയുന്നത്. സാറിന്റെ ബ്രെയിനിലുണ്ടോ തലച്ചോറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. പാറ്റ ചത്തുപോയി, ചത്തപ്പോ അതിൽ നിന്ന് എന്താ പോയെ? അതിന്റെ ജീവൻ പോയി നമ്മൾ പറയില്ല. ജീവൻ എന്താണ്? ജീവൻ എന്താണ്? ജീവൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു നമ്മള് പരിണാമത്തില് പരിണാമമൊന്നുമല്ല ജീവൻ എന്ന് പറയുന്നത്. പരിണാമത്തിലുണ്ടായതല്ലേ ജീവൻ എന്ന് പറയണ ഉണ്ടായിട്ട് 350 കോടി കൊല്ലമേ അല്ല ചോദിച്ചത്. എന്താണ് ജീവൻ എന്നാണ് ചോദിച്ചത്. ജീവൻ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. പരിണാമമല്ല, പരിണാമം എന്ന് പറയുന്ന അർത്ഥം വേറെയാ. ജീവൻ എന്ന് പറയുന്നത് 350 കോടി വർഷങ്ങൾക്ക് മുമ്പ് പരിണാമത്തിൽ ഉണ്ടായ ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവിൽ ജീവൻ ആവേശിച്ച് ഉണ്ടായ ഒരു അമീബ, അല്ലെങ്കിൽ അമീബന്നോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു പാറ്റയിൽ ഉണ്ടായിരുന്നത് അമീബയാണോ സാർ? അല്ല, ജീവനെ കുറിച്ചാണ് സാർ പറയുന്നത്. അല്ല, ജീവനെ കുറിച്ചാണ് പറയുന്നത് സാർ. ഗോമതി മാം ചോദിച്ചത് ജീവനെ കുറിച്ചാണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്? അതാണ് സാർ പറഞ്ഞത്. ജീവനെ കുറിച്ചാണ് പറഞ്ഞത്. പരിണാമത്തില് ഉണ്ടായി വന്ന ഒരു ജീവൻ, ആ ജീവൻ പിന്നെ കൂടിച്ചേർന്നും വിഘടിച്ചും ഒരുപാട് സെല്ലുകളുള്ള ധാരാളം ജീവികൾ ഉണ്ടാകുകയും അതിന്റെ പരിണാമം എങ്ങനെയാന്ന് ഡാർവിൻ ശരിയായി എഴുതി വെച്ചിട്ടുണ്ട്. ഡാർവിനോട് ചോദിച്ചല്ലോ. അപ്പൊ നമുക്ക് സമയമായല്ലോ. ശാസ്ത്രജ്ഞന്മാർ പറയണ്ടേ? സാറ് ശാസ്ത്രജ്ഞനാണെന്നല്ലേ പറയണേ. ഈ ജീവൻ എന്ന് പറയുന്നതാണ് ദൈവാംശം എന്ന് പറയുന്നത്. അത് സാറിന്റെ ഉള്ളിലുണ്ട്, എന്റെ ഉള്ളിലുണ്ട്. അത് പോകുമ്പോഴാണ് സത്തുപോയി എന്ന് പറയുന്നത്. ഓരോ വ്യാഖ്യാനങ്ങളല്ല, അതെല്ലാം ഓരോ വ്യാഖ്യാനങ്ങളാണ്. മനസ്സിലായില്ലേ? നമുക്ക് എന്തുവേണേലും വ്യാഖ്യാനിക്കാം. ഞാൻ വ്യാഖ്യാനിക്കുന്നത് സത്യം. ദൈവം ഒരു മനുഷ്യ ശരീരത്തില് വിത്തുപോലെ ഇട്ടിരിക്കുന്ന ഒരു അംശമാണ് ദൈവാംശം. അതാണ് ജീവൻ.
അല്ല അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. നമുക്കല്ല, അപ്പൊ എനിക്ക്. പാറ്റയ്ക്ക് എനിക്ക്. എന്ന് പറഞ്ഞാൽ എന്താ പറയാ, പാറ്റയ്ക്ക് അത് ആ പാറ്റയുടെ ആത്മാവ് അവിടെ പോകും മരിച്ചു കഴിഞ്ഞാൽ. ദൈവം തന്നത് ദൈവം കൊണ്ടുപോകും. പാറ്റയ്ക്ക് ആത്മാവുണ്ടെന്ന് ചിലപ്പോ ഹിന്ദുക്കൾ വിശ്വസിക്കും, ക്രിസ്ത്യാനികൾ വിശ്വസിക്കൂല. ക്രിസ്ത്യാനികളെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ ജീവ പ്രാണി എന്നാണ്, ജീവപ്രാണി. മതങ്ങള് മനുഷ്യരുണ്ടാക്കിയതാണ്. അതെ. മതങ്ങള് മനുഷ്യരുണ്ടാക്കിയതാണ്. പക്ഷെ എല്ലാവർക്കും ഉള്ള സംഭവങ്ങൾ ഒന്ന് തന്നെയാണ്. അതെ, അല്ല ആ ഉള്ള ക്രിസ്ത്യാനിയുടെ ശരീരത്തിലും ബ്രാഹ്മണന്റെ ശരീരത്തിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം ചുവപ്പ് തന്നെയാണ്. ക്രിസ്ത്യാനി രക്തം ബ്രാഹ്മണ രക്തം എന്നൊന്നുമില്ല. അതാണ് പറഞ്ഞത് ജീവപ്രാണിന്ന്. ഒരു ജീവപ്രാണിക്ക് ജീവാംശം കൊടുക്കുന്നത് ദൈവമാണ്. അത് ഏത് ദൈവം ആയിക്കോട്ടെ, ഹിന്ദു ദൈവം ആയിക്കോട്ടെ, മുസ്ലിം ദൈവം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ദൈവമായ വേറെ ഏതെങ്കിലും മതത്തിലുള്ളത്, ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ്. അപ്പൊ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. വിശ്വാസത്തെയും ശാസ്ത്രത്തെയും കുറിച്ചാണ് നമ്മൾ അവസാനം പറഞ്ഞു വന്നത്. നമ്മൾ തുടക്കം ചൊവ്വാദോഷത്തിൽ തുടങ്ങി അവസാനം വിശ്വാസവും ശാസ്ത്രവും തമ്മിലൊരു കോൺഫ്ലിക്റ്റിലാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും നല്ലൊരു തോട്ട്ഫുൾ ആയിട്ടുള്ള ചർച്ചയായിരുന്നു. ഒരുപാട് കാര്യങ്ങളല്ലേ നമുക്ക് അറിയാൻ പറ്റി, നമുക്ക് സംസാരിക്കാൻ പറ്റി. ഏതായാലും താങ്ക് യു ആൾ.